ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ദൃശ്യ ചാനലിൻ്റെ രാഷ്ട്രീയ സംവാദ പരിപാടിയായ ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025 മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളം 7 മാസങ്ങൾക്കുള്ളിൽ 2 തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ടെസ്റ്റ് ഡോസായി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നവംബർ, ഡിസംബർ മാസങ്ങളിലായി നടക്കുകയാണ്. ഈ പരിപാടിയുടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം എന്താണ് ഗ്രാമപഞ്ചായത്തുകളിൽ നടന്നത് എന്നൊന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഭരണസമിതിയിൽ തന്നെ CPIMൻ്റെ ചിഹ്നത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന പ്രസിഡന്റ് ഒറ്റയാനായി മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് നാം ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യമായി തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രേക്ഷകർക്കായി ഞാനൊന്ന് പരിചയപ്പെടുത്താം. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു, സ്വാഗതം. LDFനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സഖാവ് ജോയ് ജോർജാണ്, സ്വാഗതം. UDFനെ പ്രതിനിധീകരിച്ച് റോജി തോമസ് ആണ് പങ്കെടുക്കുന്നത്, സ്വാഗതം. NDA പ്രതികരിച്ച് അനിൽ മഞ്ഞപ്പിളാക്കൽ. കൂടാതെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പൂഞ്ഞാർ തെക്കേക്കരയിലെ വോട്ടർമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഒരിക്കൽ കൂടി നമ്മളുടെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി തന്നെ പ്രസിഡന്റിലേക്ക്. പ്രസിഡന്റ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPIM പോലുള്ള ഒരു കേഡർ പാർട്ടിയുടെ ചിഹ്നത്തിലാണ് താങ്കൾ മത്സരിച്ച് അധികാരത്തിലെത്തിയത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ്. എങ്ങനെ ആണ് അടുത്ത വർഷം ജനങ്ങളെ നേരിടാൻ പോകുന്നത്? അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് ഒരു നിലപാട് വ്യക്തമാക്കും. കഴിഞ്ഞ 5 വർഷക്കാലം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നടത്തുവാൻ കഴിഞ്ഞ പ്രധാന വികസന പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാമോ? പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഫണ്ട് പൂർണ്ണമായി എന്ന് വേണേൽ പറയാം. ആ വിധത്തിൽ നമുക്ക് വിനിയോഗിച്ച് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 5 പദ്ധതി വർഷക്കാലത്ത് അതിൽ 3 പദ്ധതി വർഷക്കാലത്തും 100% പദ്ധതി വിഹിതം ജില്ലയിൽ ചിലവഴിക്കാൻ കഴിഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്താണ് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്. 3 സാമ്പത്തിക വർഷക്കാലം 100%ലേക്ക് എത്തുക എന്നത് ഒരുപക്ഷെ ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ജില്ലയിലെ ആദ്യ 10 ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു ഗ്രാമപഞ്ചായത്തായി പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ അർപ്പിച്ച വിശ്വാസവും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് അനുവദിച്ച് തന്നിട്ടുള്ള ഫണ്ട് 1 രൂപ പോലും ലാപ്സായി പോകരുത് എന്നൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി ഒന്നാകെ, നമുക്കറിയാം ത്രിതല പഞ്ചായത്ത് അല്ല പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് വിവിധങ്ങളായ രാഷ്ട്രീയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെയുള്ള ഒരു സംവിധാനമാണെങ്കിൽ പോലും അത് അതിൻ്റെ നാടിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് 3 വർഷക്കാലവും നമുക്ക് പദ്ധതി വിഹിതം 100% എത്തിച്ചുകൊണ്ട് 3 പദ്ധതി വർഷക്കാലം നമുക്ക് ആ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് നികുതി പിരിവിൽ 100% നേട്ടം കൈവരിക്കുവാനും ഈ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണമെന്ന് പറയുന്നത് 3 പദ്ധതി വർഷക്കാലം 100% എത്തിച്ചു എന്ന് പറയുമ്പോൾ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് ആകെ
4 വർഷക്കാലമാണ് 4 പദ്ധതി വർഷക്കാലമാണ് 100% എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ 3 തവണയും ഈ ഭരണസമിതിയുടെ കാലത്താണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമുക്ക് നികുതി പിരിവിൽ 100% നേട്ടവും കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ജനങ്ങൾ ഭരണസമിതിയിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒറ്റയ്ക്ക് നിന്ന് 13 പേരെ നേരിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെ തോന്നി ആ ഒരു കാലഘട്ടത്തിൽ യോജിപ്പുകളും വിയോജിപ്പുകളും? വിയോജിപ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് തന്നെ. അത് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും അഭിപ്രായങ്ങളും ഒക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് ആ നിലയിൽ മുമ്പോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഒരു ഭരണസമിതി എന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ വികസന കാര്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ 14 പേരും വ്യത്യസ്തമായ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്താറുണ്ടെങ്കിൽ പോലും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഭരണസമിതി യോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും 4 പദ്ധതികളും 100% വിനിയോഗിക്കുവാൻ കഴിഞ്ഞു എന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. 3 വർഷം 3 പദ്ധതികൾ 3 പദ്ധതി വർഷക്കാലം 4 പദ്ധതി ആയി ഇത് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അല്ലേ? അത് കാലഘട്ടങ്ങളിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനം പറയാം. എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനം ഈ ഗ്രാമപഞ്ചായത്തിൽ കോമൺ ആയി ചെയ്തിരിക്കുന്ന ഒരു വികസന പ്രവർത്തനം. ഈ ഗ്രാമപഞ്ചായത്തിൽ കോമൺ ആയിട്ട് പല പദ്ധതികളും വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും ചാരിതാർത്ഥ്യം തോന്നുന്ന കാര്യമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വാസയോഗ്യമായ ഒരു വീട് എന്നതായിരുന്നു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ ഭരണസമിതി വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയ കാഴ്ചപ്പാട്. ഇപ്പോൾ ഈ വർഷത്തിലേക്ക് കിടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെയും PMI ഭവന പദ്ധതിയിലൂടെയും ഏതാണ്ട് 250 വീടുകൾ നമുക്ക് നിർമ്മിച്ച് നൽകാനും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ നിൽക്കുക. അപ്പം ഒരു ഭരണസമിതിയെ സംബന്ധിച്ചല്ല എന്നെ സംബന്ധിച്ച് ഒരു ആത്മസംതൃപ്തി തോന്നുന്ന കാര്യം അതാണ്. ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ആ കാര്യം അവർക്ക് വാസയോഗ്യമായ വീട് നൽകുവാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 2 ഗവൺമെൻറ് സ്കൂളുകളാണുള്ളത്. അതൊക്കെ ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കള്ളാടിമറ്റം ഹരിജൻ വെൽഫെയർ സ്കൂളും കൈപ്പള്ളി സ്കൂളും. ആ 2 സ്കൂളുകളും നമുക്ക് നല്ല നിലയിൽ അതിൻ്റെ ആ ചോർച്ചയും അല്ലെങ്കിൽ അത് അത്യാവശ്യം നല്ല നിലയിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. കൈപ്പള്ളി സ്കൂള് ഏതാണ്ട് 30 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ വാർക്ക കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അത് ഈ മാസം തന്നെ ആ പുതിയ കെട്ടിടത്തിലേക്ക് നമുക്ക് ആ സ്കൂള് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പൂഞ്ഞാർ ടൗണിലാണെങ്കിൽ 32 ലക്ഷം രൂപ മുടക്കി സ്മാർട്ട് അംഗൻവാടി നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പം 50 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് പയ്യാനത്തോട്ടത്തിൽ ICDSൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ മേഖലകളിലും ഒട്ടനവധി പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മൾ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് 35 ലക്ഷം രൂപയുടെ ക്ഷീരഗ്രാമം പദ്ധതി പൂഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി. അത് സംസ്ഥാനത്ത് തന്നെ ഏതാണ്ട് 12 ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു അത് നടപ്പാക്കിയത്. അതിലൊരു പഞ്ചായത്തായി പൂഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ ഗവൺമെൻറ് തിരഞ്ഞെടുക്കുകയും ആ സംയുക്തമായ ആ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീ ജോയ് ജോർജ്, താങ്കളുടെ പ്രസ്ഥാനത്തിൽ നിന്നും നടപടിയെടുത്ത് നിർത്തിയിരിക്കുന്ന ആളാണ് പ്രസിഡൻ്റായി ഇവിടെ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞു എന്ന് എങ്ങനെ നോക്കിക്കാണുന്നു? പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. പാർട്ടിക്ക് ചേരാത്ത സമീപനം പാർലമെൻ്ററി രംഗത്ത് സ്വീകരിച്ചതുകൊണ്ട് പോസ്റ്റർ വെച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയയാളാണ് ജോർജ് മാത്യു. ജോർജ് മാത്യു ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വ്യക്തിപരമായി കാണുന്നുള്ളൂ, രാഷ്ട്രീയമായി കാണുന്നില്ല. നിങ്ങൾ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞത് CPMൻ്റെ പ്രതിനിധി എന്നാണ്. CPMൻ്റെ പ്രതിനിധിയല്ല, നിങ്ങൾ തിരുത്തണം. അദ്ദേഹം എവിടെയാണെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. ഇവിടെ പറഞ്ഞ എല്ലാ വാദഗതികളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഒന്ന്, ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയുടെ തലവനാണ്. എല്ലാ ഭരണസമിതി അംഗങ്ങളുടെയും പേരെഴുതി അവിടെ ഒരു ഫലകം വെച്ചിരുന്നു. നിങ്ങളുടെ ക്യാമറ അങ്ങോട്ട് തിരിക്കണം. ഇപ്പോൾ ആ ഫലകത്തിൽ ടൈല് പോലുമില്ല. നിങ്ങൾ വിവരാവകാശ നിയമമനുസരിച്ച്
പഞ്ചായത്തിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിൻ്റെ ബില്ല് മാറിക്കൊണ്ട് പോയി എന്നറിയാൻ കഴിയും. മാത്രമല്ല ആ ഫലകത്തിൽ ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കണമെന്നുണ്ട്. ആ പ്രതിമയുമില്ല. ഗുരുതരമായ ആരോപണമാണ്. ബില്ല് മാറിപ്പോയി എന്നാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളൂടി ഇത് പറഞ്ഞുകൊട്ടെ. ബില്ല് മാറിപ്പോയി എന്ന് ഞാൻ പറയുന്നു. ബാക്കി കാര്യങ്ങളൂടി കേൾക്കണം. സ്വാതന്ത്ര്യ സമരത്തിന് പൂഞ്ഞാർ നൽകിയിട്ടുള്ള സംഭാവന വിലമതിക്കാനാവാത്തതാണ്. അവിടെയും പക്ഷാപാതപരമായി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്ക് തോന്നിയ ആളുകളുടെ മാത്രം പേരെഴുതുകയും വലിയ സംഭാവന ചെയ്തവരെ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളും സമരം നടത്തിയതിന് ശേഷം അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പരിഹാരം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. സർവകക്ഷി യോഗം വിളിക്കുമെന്ന് പറഞ്ഞു. നാളെ ഇതുവരെ സർവകക്ഷി യോഗം വിളിക്കുകയോ അതിന് പരിഹാരം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഗവൺമെൻറ് പദ്ധതികളെല്ലാം നടപ്പാക്കിയെന്ന് പറയുന്നത് നടപ്പാക്കിയില്ലെന്ന് പറയില്ല, എങ്ങനെ നടപ്പാക്കിയെന്നതാണ്. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ടാണ്. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം നടന്ന പഞ്ചായത്താണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് തൊട്ടടുത്തൊരു പഞ്ചായത്ത് കിണറുണ്ട് ആ ഹോട്ടലിന് സമീപം. നിങ്ങളുടെ ക്യാമറ അവിടെ പോയാൽ ആ വെള്ളം കോരി ഒന്ന് ഉപയോഗിക്കാൻ കേരളത്തിൽ നിന്നല്ല ലോകത്തെവിടെയെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലുമുള്ള ജനങ്ങൾ തയ്യാറാവുമെന്ന് ചെയ്തത്. ആഫ്രിക്കക്കാരെ മോശമാക്കുകയല്ല ചെയ്തത്. ഏറ്റവും വികസന കാര്യങ്ങളിൽ പിറകെ നിൽക്കുന്ന സ്ഥലമുണ്ട്. കുപ്പികളും മറ്റ് വേസ്റ്റുകളും നിറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഫണ്ടെല്ലാം വിനിയോഗിച്ചു 3 വർഷക്കാലമെന്ന് പറഞ്ഞു. മാലിന്യ സംഭരണം ഹരിതകർമ്മസേന ഈ പഞ്ചായത്തിൻ്റെ 14 വാർഡുകളിലും പോയി നടന്നുണ്ട്. മിനി സൗകര്യങ്ങൾ, പ്രാഥമിക സൗകര്യങ്ങൾ MCFകളില്ല. അതിൻ്റെ ഭാഗമായി എല്ലാ വാർഡിലുമുള്ള ജനങ്ങൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അത് സംഭരിച്ച് ഒരു MCF പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ഉണ്ടാവണം. അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് എങ്ങനെയാണ് ചിലവഴിച്ചത്? കോൺട്രാക്ടർക്ക് വേണ്ടി ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിങ്ങൾ ക്യാമറ അങ്ങോട്ട് തിരിച്ചാൽ കാണാൻ കഴിയും. ഒരു നാഷണലൈസ്ഡ് ബാങ്കും ഈ ടൗണിൻ്റെ വ്യവസായ കേന്ദ്രവുമായുള്ള പൂഞ്ഞാർ ടൗണിൽ അങ്ങനെ മാലിന്യം കൊണ്ടുവന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എത്രയാണ്? ഫണ്ട് എങ്ങനെയും വിനിയോഗിച്ചിട്ട് കാര്യമില്ല. അതിനും മതിയായ സ്ഥലം മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് കണ്ടെത്തി വിനിയോഗിക്കുക എന്ന കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ട്. പദ്ധതികൾ നടപ്പാക്കി കോൺട്രാക്ടർമാരുമായി ഒത്തുതീർപ്പുണ്ടാക്കി കാര്യങ്ങൾ നടത്തുക എന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതല്ല, ജനക്ഷേമകരമായ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതിൽ മനുഷ്യവാസമില്ലാത്ത സ്ഥലങ്ങളിൽ MCF സ്ഥാപിച്ച് അത് ചെയ്യണം. അതുമാത്രമല്ല, പദ്ധതി പൂർത്തീകരിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി കുറേയേറെ മെഷീനറികൾ വാങ്ങിയിട്ടുണ്ട്. ആ മെഷീനറികളെല്ലാം തുരുമ്പ് പിടിച്ചു പോവുകയാണ്. ഒന്നും ഉപയോഗിക്കുന്നില്ല, ഒന്നും. അതിലേറ്റവും വലുത് ഒരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ടുണ്ട്. അതിന് ഡ്രൈവറില്ല. ഹരിതകർമ്മ സേനകൾ അത് സേനാംഗങ്ങൾ സംഭരിച്ച് ചുമന്നുകൊണ്ട് വരേണ്ട ഒരു സ്ഥിതിയാണ്. അവർക്ക് മതിയായ വേതനം കൊടുക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കാണണ്ടേ? മറ്റൊന്ന്, വനിതാ സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്? 4 ആളുകൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടി വനിതകൾക്ക് ഒരു വ്യവസായ യൂണിറ്റ് നൽകാൻ കഴിയാത്ത ഏക പഞ്ചായത്ത് കേരളത്തിൽ പൂഞ്ഞാർ തേക്കേക്കര പഞ്ചായത്താണ്. മറ്റൊന്ന്, ടൂറിസവുമായി ബന്ധപ്പെട്ട് എത്രയോ സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം, മുതുകോല മല, പ്രസിഡന്റിൻ്റെ വാർഡാണെന്ന് എനിക്ക് തോന്നുന്നു, പുല്ലാപ്പാറ, അതോടൊപ്പം തന്നെ കോട്ടത്താവളം വെള്ളച്ചാട്ടം, പെരുവഞ്ചന വെള്ളച്ചാട്ടം, ഇതൊക്കെ ഇവിടെ ടൂറിസ്റ്റുകൾ ദൈനംദിനം വന്നു പോകുന്നതാണ്. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാളിൻ്റെ ഭാര്യ വരെ ഇവിടെ നമ്മുടെ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൽ വന്നു പോയി. ഒരു പൈസ പദ്ധതി ഫണ്ട് 3 വർഷക്കാലം പൂർണ്ണമായി ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ടൂറിസം വികസനത്തിന് വേണ്ടി 1 രൂപ നീക്കി വെക്കാൻ കഴിഞ്ഞോ? എന്തു പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്? അപ്പോൾ കോൺട്രാക്ടർമാർക്ക് വേണ്ടി ഫണ്ട് ഉപയോഗിക്കുകയും ആ ഫണ്ടിൻ്റെ ദുർച്ചെലവുകളുമാണ് നടന്നിട്ടുള്ളത്. ഗവൺമെൻറ് പദ്ധതികൾ ആവിഷ്കരിക്കുമായിരുന്നില്ല. അതുമാത്രമല്ല, മെയിൻ്റനൻസ് ഗ്രാൻറ്റ് 40 ലക്ഷം രൂപയാണ് വാങ്ങിയെടുക്കാൻ കഴിയാതെ പോയത്. ഇതെല്ലാം ചെയ്തെന്ന് പറയുമ്പം മെയിൻ്റനൻസ് ഗ്രാൻറ്റും തനത് ഫണ്ടും വാങ്ങിയെടുക്കണ്ടേ? അതിന് പദ്ധതികൾ സമർപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൂട്ടി കിട്ടിയ പണം ഏതെങ്കിലും രൂപത്തിൽ ഉപയോഗിച്ചു എന്ന് പറയുന്നത് വികസനമല്ല. വികസനത്തെ തടയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാണ്. ഇപ്പോൾ വെള്ളാപ്പാറ റോഡുണ്ട്, പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയായിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ MLA ബന്ധപ്പെട്ടാണ് അവിടെ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് പണി നടക്കുന്നത്. പഞ്ചായത്ത് എന്തുകൊണ്ട് പഞ്ചായത്ത് റോഡിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായി നടത്തുന്നില്ല? ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് പറയാൻ കഴിയണ്ടേ? നവകേരള സദസ്സിൽ കിട്ടിയ ആപ്ലിക്കേഷൻ അടിസ്ഥാനത്തിൽ MLA ആണ് 40 ലക്ഷം രൂപ അനുവദിച്ചത്. ഈ പഞ്ചായത്തിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ആഫീസിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഹെൽപ്പ് ഡെസ്ക്. കേരളത്തിൽ 1000-ഓളം പഞ്ചായത്തുണ്ട്. ഈ പൂഞ്ഞാർ തെക്കേക്കരയിൽ പഞ്ചായത്തില്ലാതെ ഹെൽപ്പ് ഡെസ്ക് ഇല്ലാത്ത പഞ്ചായത്ത് കാണിക്കാൻ പറ്റുമോ? പൂഞ്ഞാർ തെക്കേക്കരയില്ല. അപേക്ഷകർ വന്നാൽ അക്ഷയ പോകണം, അല്ലെങ്കിൽ അതിനെതിരെയും പോകേണ്ട സ്ഥിതിയുണ്ട്. ഇത് മാതൃകാപരമാണെന്ന് പറയാൻ കഴിയുമോ?
മറ്റൊന്ന്, ഈ പഞ്ചായത്ത് കെട്ടിടം ചോർന്നൊലിക്കുകയാണ്. പദ്ധതി വിഹിതമെല്ലാം ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക് കയറുക, അതിൻ്റെ നിർവഹണം ഇത്രമാത്രം കാര്യക്ഷമതമല്ല നടത്തുകയും ചോർന്നൊലിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് കയ്യിലിരുന്ന പണം വാരിക്കോരി ചെലവഴിച്ചിട്ട് ഞാൻ വലിയ വികസനം നടത്തിയെന്ന് ആര് പറഞ്ഞാലും ശരിയല്ല, കാര്യക്ഷമതയോടെ നടത്തിയിട്ടില്ല. ഈ കെട്ടിടം ചോർന്നൊലിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം പ്രസിഡന്റ് തന്നെ പറയേണ്ടതുണ്ട്. അത് മാറ്റാൻ പോലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. വീണ്ടും താങ്കളിലേക്ക് എത്താം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. ശ്രീ റോജി ജോർജ്, പ്രസിഡന്റിന്റെ അവകാശവാദം പൂർണ്ണമായും വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുന്നു. LDFിൻ്റെ പ്രതിനിധി പറയുന്നു കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എങ്ങനെയാണ് UDF ഇതിനെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 4 വർഷക്കാലത്തെ പദ്ധതി വിഹിതം പ്ലാൻ ഫണ്ട് മാത്രം 100% 3 വർഷം ചിലവാക്കി. പ്ലാൻ ഫണ്ടല്ല വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പുറകെ SCP ഉണ്ട്, TSP ഉണ്ട്, CFC ഉണ്ട്, CFC ഉണ്ട്, ബേസിക് ഉണ്ട്, ടൈലുണ്ട്, നോൺ റോഡുണ്ട്, റോഡുണ്ട്, മെയിൻ്റനൻസ് ഫണ്ടുണ്ട്. 2023-24 വർഷം നോൺ റോഡിൽ 36.7% ഫണ്ട് ഈ പഞ്ചായത്ത് ചിലവാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി പൈസ പിറ്റേ വർഷം നമുക്ക് കട്ടായിപ്പോയി. ഈ വർഷം അത് കുറച്ചാണ് പൈസ വന്നിരിക്കുന്നത്. അതുപോലെ റോഡ് മെയിൻ്റനൻസിൽ 47% മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി പൈസ ഈ പിറ്റത്തെ വർഷം നമുക്ക് പൈസ കുറച്ചേ പഞ്ചായത്തിലേക്ക് വരികയുള്ളൂ. അത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. അപ്പം പ്ലാൻ ഫണ്ട് മാത്രം 100% ചിലവാക്കി എന്ന് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് കിട്ടുന്ന 6-7 ഘടകത്തിലുള്ള ഫണ്ടുകൾ ചിലവാക്കാതെ വരുമ്പം അത് ഈ പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. പ്ലാൻ ഫണ്ടിന് കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൂടാതെ ഞാൻ മറ്റു കാര്യങ്ങൾ കിടക്കുകയാണ്. ഈ പഞ്ചായത്തിൽ വികസനം എന്ന് പറയുന്നത് കാര്യക്ഷമമായ വികസനം ഈ 5 വർഷക്കാലം കൊണ്ട് നടന്നില്ല എന്ന് തന്നെയാണ് തറപ്പിച്ച് പറയുന്നത്. ആകെ എടുത്തു പറയാൻ പറ്റുന്ന വികസനം കൈപ്പള്ളി വാർഡിൽ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം കൈപ്പള്ളിയുടെ മലയുടെ മുകളിൽ മുതുകോര മലയുടെ മുകളിൽ ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം വരുന്നേ ഉള്ളൂ. അതുകൂടാതെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ വാർഡിലാണ് പൂഞ്ഞാർ ടൗൺ അങ്കമ്പാടി മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. പിന്നെ 2 സ്കൂളുകൾക്ക് വാർക്കാൻ പറ്റി. കൈപ്പള്ളി ഗവൺമെൻറ് LP സ്കൂൾ രണ്ടെണ്ണം. ഇതല്ലാതെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഈ പൂഞ്ഞാർ തെക്കര പഞ്ചായത്തിൽ യാതൊരു എടുത്തു പറയത്തക്ക വികസനം ഉണ്ടായിട്ടില്ല. ആര് പ്രസിഡൻ്റായാലും ആര് മെമ്പറായാലും 100 മീറ്റർ കോൺക്രീറ്റ് ചെയ്യും, അല്ലെ വഴിവിളക്കിടും, അല്ലെ ഹൈമാസ് ലൈറ്റ് നന്നാക്കും. ഇതൊക്കെ നടക്കുകയുള്ളൂ. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോഴും ഒരു 10-15 ഹൈമാസ് ലൈറ്റുകൾ കേടായിട്ട് 1 വർഷമായിട്ട് കിടക്കുന്നു, നന്നാക്കിയിട്ടില്ല. 18 കുഴൽക്കിണറുകൾ കുത്തിയിട്ട് 3 വർഷമായി. ഇതേ ബാക്കി മെമ്പർമാരിക്കുന്നു, ചോദിച്ചു നോക്കിയോ. 18 കുഴൽക്കിണർ കുത്തിയിട്ട് 3 വർഷമായിട്ട് അതിന് ഹാൻഡ് പമ്പ് പിടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. എൻ്റെ വളരെ കുഴക്കമുണ്ട്, വെള്ളം നിറഞ്ഞൊഴുകുക. ഈ ഇവിടെ ഒരാൾ കടക്കാരൻ്റെ ചേരുമല ഭാഗത്ത് ആ 3 വർഷമായിട്ട് ഹാൻഡ് പമ്പ് പിടിപ്പിച്ചില്ല. അതിനുവേണ്ടി പല സ്ഥലങ്ങളിൽ നിവേദനമായിട്ട് പോയിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ നമ്മൾ നിൽക്കുന്നത്
സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നിരവധി നടത്തുള്ള തെള്ളിയിൽ മൈതാനം എന്ന് പറയപ്പെടുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോഴത്തെ ഈ പൂഞ്ഞാർ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൽ അന്നത്തെ തെള്ളിയിൽ മൈതാനത്ത് 1936 മുതൽ നിരവധി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്ന സ്ഥലമാണ്. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നേതൃത്വം വഹിച്ച ആൾക്കാരുടെ പേര് പോലും ഉൾപ്പെടുത്താതെ പ്രസിഡൻ്റെ ഇഷ്ടപ്രകാരം ഏതൊക്കെയോ ബാറിലോ ഷാപ്പിലോ ഇന്ന് തീരുമാനം എടുത്ത് അവരുടെ ആ തീരുമാനപ്രകാരമാണ് ഇവിടെ പേരെഴുതി വെച്ചിരിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി അങ്ങനെ വിഷയം അതിൻ്റെ വന്നിട്ടില്ല. ആരുടെ പേര് വെക്കണം, ആരുടെയൊക്കെ പേര് വെക്കണം എന്ന കാര്യത്തെപ്പറ്റി പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ 15/1/2021 ഈ ബസ് സ്റ്റാൻഡിൽ ഉപവാസ സത്യാഗ്രഹം, കൂട്ട ഉപവാസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഉപവാസ സത്യാഗ്രഹം വെച്ച് അതിനുശേഷം പഞ്ചായത്ത് കമ്മിറ്റി കത്ത് കൊടുത്തതിന് ശേഷമാണ് പഞ്ചായത്ത് കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്നത്. ചർച്ചയ്ക്ക് വന്നപ്പോഴും 1936 മുതൽ ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വെച്ച ഏറ്റവും ബഹുമാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതാവായിരുന്ന സി ജോൺ തോട്ടക്കയുടെ പേര് അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ 1946 നടന്ന പട്ടിണി സമരത്തിൽ പൂഞ്ഞാറിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത ശ്രീകാരംപുളിക്കൽ ഭാര്യ കുന്നോന്നി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ പേര് ഈ കല്ലേയില്ല. ഞാൻ ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ ഇവിടെ കല്ല് സ്ഥാപിച്ചിരിക്കുകയാണ്. മുൻവശത്ത് പഞ്ചായത്ത് മെമ്പർമാരുടെ പേര്, എൻ്റെ ഉൾപ്പെടെയുള്ള പേര് മുൻവശത്ത് കൊത്തി വെച്ചിരിക്കുക. സൈഡിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായ 12 പേര്. അങ്ങനെയല്ല വെക്കേണ്ടത്. പഞ്ചായത്ത് മെമ്പർമാരല്ല കാര്യം. 5 കൊല്ലം മെമ്പറായ ആൾക്കാർ പേരല്ല ഫ്രണ്ടിൽ വെക്കേണ്ടത്. നാളെ ഗാന്ധി പ്രതിമയെ പുഷ്പാർച്ചന നടത്തുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാരുടെ ദേഹത്തല്ല പുഷ്പാർച്ചന നടത്തേണ്ടത്. അത് നടത്തേണ്ടത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ദേഹത്താണ്. ആ പേരിലാണ് പുഷ്പാർച്ചന നടത്തേണ്ടത്. അന്ന് നോട്ടീസ് കൊടുത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ പൂഞ്ഞാത്തക്കര പഞ്ചായത്തിൽ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് സമരം നടത്തിയത്. അതൊരു വിഷയം. രണ്ടാമത് ഈ ബസ് സ്റ്റാൻഡിൽ ഈ ബസ് കയറാൻ പറ്റുന്ന സ്ത്രീകളും കുട്ടികളും ഉള്ള ആൾക്കാർക്ക് മഴ നനയാതെ ബസ് കയറാൻ വേണ്ടി 2021, 24 ഉണ്ടാക്കിയ പ്രോജക്റ്റാണ് ബസ് പേ നിർമ്മാണം. 21-24 മൂന്നാമത്തെ വർഷമാണിത്. ആ പദ്ധതി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ആ പദ്ധതി പ്രവർത്തനം ആരംഭിച്ച ശേഷം നിന്നുപോയി. അതൊക്കെ ജനോപകാരപ്രദമായ പ്രവർത്തനം നടത്താതെ ചുമ്മാ പ്ലാൻ ഫണ്ട് മാത്രം 100% ചിലവഴിച്ചു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തക്കര പഞ്ചായത്തിൽ ആര് പ്രസിഡൻ്റായാലും ആര് മെമ്പറായാലും സ്റ്റാഫ് പ്ലാൻ ഫണ്ട് ചിലവഴിച്ച് നടത്തിക്കോളും. അത് സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. എടുത്ത് പറയത്തക്ക ഒരു വികസനവും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തർപ്പിച്ച് പറയണം. അനിൽ മഞ്ഞപ്പാക്കൽ എങ്ങനെ നോക്കിക്കാണുന്നു ഈ വാദഗതികളെ? പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം അതിൻ്റെ പദ്ധതി വിഹിതം ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗ്രാമപഞ്ചായത്ത് അനുവദിക്കുന്ന വിഹിതം ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗതമാണേലും അതുപോലെ പൊതുരംഗത്താണേലും റോഡുകൾ മെയിൻ്റെനൻസ് ചെയ്യാനാണ് അനുവദിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായി ചെലവഴിക്കുക എന്നുള്ളതാണ് ഒരു ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഭരണസമിതി 100%, ഇപ്പം 3 വർഷത്തോളം ആ 100% ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രാമസമിതി നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നമ്മുടെ UDFൻ്റെ പ്രതിനിധി പറഞ്ഞു പ്ലാൻ ഫണ്ട് മാത്രമാണ് 100% ചെലവഴിച്ചത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചോളം ഒരു പദ്ധതി വിഹിതം ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അത് പ്ലാൻ ഫണ്ടാണ്. പ്ലാൻ ഫണ്ടിനകത്താണ് CFC ബേസിക്കും ടൈഡും എല്ലാം ഉൾപ്പെടുന്നത്. അതുൾപ്പെടെ 100% ചെലവഴിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ്, നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡിനെ സംബന്ധിച്ചോളം ചെലവഴിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പം ട്രഷറി, നമ്മുടെ പഞ്ചായത്തിൻ്റെ ട്രഷറി അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ മാത്രമേ നമുക്കത് ബില്ലെഴുതി മാറാൻ പറ്റുള്ളൂ. നമ്മുടെ മരാമത്ത് പണികളെല്ലാം പൂർത്തിയായതാണ്. പക്ഷേ നമുക്ക് ട്രഷറി അക്കൗണ്ടിൽ ഫണ്ട് സർക്കാർ ഇട്ട് തരാത്തതുകൊണ്ടാണ് ആ ഫണ്ടുകൾ മാറാൻ പറ്റാതെ വന്നത്. അത് അടുത്ത വർഷം ക്യാരി ഓവറായിട്ട് ആ ഫണ്ട് മാറിപ്പോകുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല പദ്ധതികൾ, ഏറ്റവും പ്രസിഡന്റ് പറഞ്ഞ പോലെ മെയിനായിട്ട് നമ്മുടെ ഭവന നിർമ്മാണം. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നെഞ്ചത്തെ വെച്ച് ഓരോ മെമ്പർക്കും പറയാൻ പറ്റും, ഏറ്റവും കൂടുതൽ ഇരാറ്റാട്ട ബ്ലോക്കിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭവനം അനുവദിച്ചത് നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ്. ഏറ്റവും കൂടുതൽ ആ എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭവന പദ്ധതി ഇപ്പോൾ പലതും പണി നടന്നു, പലതും കയറിത്താമസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അനുവദിച്ചത് നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പല പദ്ധതികളും ഇപ്പോൾ മാലിന്യത്തെ സംബന്ധിച്ച് LDFൻ്റെ പ്രതിനിധി പറഞ്ഞു, ഇപ്പം നമ്മുടെ MCF ടൗണിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശരിയാണ്, നമ്മൾ തന്നെ ഫണ്ട് വെച്ച് MCFന് 2ാം നിലയ്ക്ക് 3ാം നിലയ്ക്ക് ഫണ്ട് വെച്ചുകൊണ്ട് ഇവിടെ അത്യാവശ്യം പ്ലാസ്റ്റിക്കൊക്കെ ഇപ്പോൾ സംഭരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഒരു MCFന് വേണ്ടി നമ്മുടെ കല്ലേക്കുളത്ത് ഒരു സ്ഥലം ചോദിച്ചു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്ക് തന്നെ അറിയായിരിക്കും, നമ്മളെ സംബന്ധിച്ചോളം ഒരു മാർക്കറ്റ് വില ഒരിക്കലും ഒരു MCFന് സ്ഥലം വാങ്ങാൻ കൊടുക്കാൻ സാധിക്കില്ല. കാരണം സർക്കാരിൻ്റെതായ ഒരു നിശ്ചിത റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കല്ലേക്കുളത്ത് നമുക്ക് ആ സ്ഥലം എടുക്കാൻ സർക്കാരിൻ്റെ റേറ്റ് 1 സെൻറ്റിന് 2000 രൂപയാണ്. ആ 2000 രൂപയ്ക്കൊന്നും ആരും സ്ഥലം തരാൻ തയ്യാറാകുകയില്ല. അപ്പോൾ അത് വെച്ച് നമ്മൾ പല ആധാരങ്ങളും ഹാജരാക്കിക്കൊണ്ട് 4 വർഷമായി ആ സ്ഥലം എടുക്കുന്ന പ്രവൃത്തിയായിട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാലിന്യ സംസ്കരണം നല്ല രീതിയിലാക്കണം, വേഗത്തിലാക്കണം എന്ന് സർക്കാർ പറഞ്ഞിട്ട്
സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ 14 വാർഡിലും ഹരിതകർമ്മസേനാംഗങ്ങൾ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില പഞ്ചായത്തുകളിലൊന്നാണ് പൂഞ്ഞാർ തെക്കേക്കര. അവർ സംഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആ സാധനങ്ങൾ ഇവിടെ സംഭരിച്ച് നമ്മൾ തരം തിരിച്ച് സംഭരിച്ചു വയ്ക്കുന്നു. അപ്പോൾ നമ്മളോട് എഗ്രിമെൻ്റ് വെച്ചപ്പോൾ സർക്കാരിൻ്റെ പദ്ധതി ക്ലീൻ കേരള കമ്പനിയാണ് ഇവിടുന്ന് മാലിന്യം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ലീൻ കേരള കമ്പനി പറഞ്ഞിരിക്കുന്നത് എല്ലാ മാസവും ഞങ്ങൾ പഞ്ചായത്തിൻ്റെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടുന്ന് എടുത്തുകൊള്ളാം എന്നാണ്. പക്ഷേ 6 മാസം കഴിഞ്ഞാലും 8 മാസം കഴിഞ്ഞാലും ആ ക്ലീൻ കേരള കമ്പനി ഇവിടെ മാലിന്യം എടുക്കാൻ വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം മാലിന്യം ഇവിടെ സംഭരിച്ചു വയ്ക്കേണ്ട അവസ്ഥ വന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തെ സംബന്ധിച്ചോളം മാലിന്യത്തിന് പൂർണ്ണ പരിഗണന കൊടുത്തുകൊണ്ട്, മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒന്ന് അംഗൻവാടി ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കി എന്നതിന് മാത്രമല്ല, നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ കുളത്തുങ്കൽ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അതൊന്ന് പോയി നോക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷിൻ്റെ ഫണ്ട് ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് ആ ആയുർവേദ ആശുപത്രി എത്ര ഭംഗിയായിട്ടാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഴുവൻ സ്ഥാപനങ്ങളും, അപ്പോൾ നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ അംഗൻവാടികളെല്ലാം മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ 2 സർക്കാർ സ്കൂളുകളാണ് നമുക്കുള്ളത്. ആ സ്കൂളുകളുടെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണെന്ന് ഓർക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ ഏറ്റവും കൂടുതലായി ബന്ധപ്പെടുന്നത് കുടുംബശ്രീ വഴിയാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കാലങ്ങളായി ഇപ്പോൾ ഇവിടെ LDFും UDFും എല്ലാ പ്രസിഡന്റുമാരും പല ഭരണസമിതിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. അവരാരും ചെയ്യാത്തൊരു കാര്യം നമുക്കറിയാം, മാറാല പിടിച്ചും പൊടി പിടിച്ചും കിടന്ന കുടുംബശ്രീ ഓഫീസ് ഇപ്പം മുകളത്തെ നിലയിൽ എത്ര ഭംഗിയായിട്ടാണ് ISO അംഗീകാരം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത്ര നല്ല ഭംഗിയായിട്ട് കുടുംബശ്രീയുടെ ഓഫീസ് മുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പലവിധ പ്രവർത്തനങ്ങൾ നടത്തി. പ്രസിഡന്റ് NDAയുടെ ഭാഗമാണോ? NDAയുടെ ഭാഗമല്ല. ഇപ്പോൾ ഒരു പഞ്ചായത്ത്, താങ്കളുടെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഓർത്ത്, അതുകൊണ്ട് അല്ലല്ല, ഒരു പഞ്ചായത്തെ സംബന്ധിച്ച് ഇപ്പോൾ LDFും UDFും അതിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ നല്ല ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ ആരെങ്കിലും വേണമല്ലോ. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചോളം നല്ല കാര്യങ്ങൾക്ക് ഭരണസമിതി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സംസ്ഥാനങ്ങളുടെ കാര്യം, അത് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ് സ്വാതന്ത്ര്യ സംസ്ഥാനങ്ങളുടെ പ്രതിമ ഇവിടെ വെക്കാനും നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമ ഇവിടെ വെക്കാനും അതോടൊപ്പം സ്വാതന്ത്ര്യ സംസ്ഥാനങ്ങളുടെ പേരയുടെ വെക്കാനും തീരുമാനിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ വർഷമല്ല, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അതിനുശേഷം എത്രയോ ഭരണസമിതികൾ പൂഞ്ഞാർ തെക്കേക്കര ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാരും വയ്ക്കാത്ത ഒരു കാര്യം, അവരാരും ചിന്തിക്കാത്ത ഒരു കാര്യം ഞങ്ങളുടെ ഭരണസമിതിയുടെ മുമ്പിലാണ് ആദ്യമായിട്ട് ആലോചന വന്നത്. വീണ്ടും വരാം താങ്കളിലേക്ക്. ഓക്കെ, താങ്കൾ പറഞ്ഞു ഗാന്ധി പ്രതിമ വെക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതിനോട് വലിയ അവഹേളനം തന്നെ കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിൻ്റെ ബില്ലടക്കം മാറിപ്പോയെന്നാണ് LDFിൻ്റെ പ്രതിനിധി ആരോപിക്കുന്നത്. തെറ്റായ ഒരു പ്രചരണമാണ് LDFിൻ്റെ പ്രതിനിധി ഇവിടെ ഉന്നയിച്ചത്. മഹാത്മാഗാന്ധിയുടെ പ്രതിമയും അതോടൊപ്പം തന്നെ പൂഞ്ഞാറിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ഫലകവും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഫലകം വന്ന സാഹചര്യത്തിൽ ഫലകത്തിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പൂഞ്ഞാറിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളുടെയും പേരില്ല എന്ന ഒരു വിമർശനമുണ്ടാകുകയും ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമുക്ക് ആ പ്രശ്നം കൂടി പരിഹരിച്ച്, ഇത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോടോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലുമോ ആലോചിച്ചില്ല എന്ന് പറഞ്ഞു. പ്രസിഡന്റിന്റെ തന്നിഷ്ടം മാത്രമാണ് ചെയ്തതെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള രവീന്ദ്രൻ വൈദ്യനാണ് അത് സ്വാതന്ത്ര്യ സമര സേനാനികൾ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ലെറ്റർപാഡിലാണ് ഈ പറഞ്ഞ ആളുകളുടെ പേര് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 1947 മുമ്പ് നടന്ന ഒരു കാര്യമായത് കാരണം നമുക്കതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണയില്ല. അപ്പോൾ ആ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ തയ്യാറായിരുന്നു, അത് പരിഹരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചു അതിൻ്റെ ബില്ല് മാറിപ്പോയെന്ന്. തെറ്റായ ഒരു കാര്യമാണ് ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിന് വേണ്ടി നമ്മൾ പ്രൊജക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള 1.5 ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷവും നമ്മൾ റിവിഷൻ പ്രോജക്റ്റായി ഉൾപ്പെടുത്തി നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതല്ല അതുപോലെയുള്ള യാതൊരു പദ്ധതിയായി ബന്ധപ്പെട്ട് ചെയ്യാത്ത ഒരു വർക്കിൻ്റെയും ഒരു ബില്ലും മാറിപ്പോയ ഒരു സാഹചര്യം നമുക്ക് നിലവിലില്ല. പദ്ധതി വിഹിതം 100% വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പഞ്ചായത്ത് മെമ്പറുടെ ആരോപണമുണ്ട്, സ്പിൽ ഓവറിലേക്ക് പോകുന്ന പൈസ ലാപ്സാക്കി പോകുന്ന സ്ഥിതിയുണ്ടെന്ന്. ചില പ്രോജക്റ്റുകൾ സ്പിൽ ഓവറിലേക്ക് പോകും, സമയബന്ധിതമായി ചെയ്യാൻ കഴിയാതെ വരുന്ന ചില പദ്ധതികളൊക്കെ സ്പിൽ ഓവറിലേക്ക് പോകും. അപ്പോൾ അടുത്ത വർഷം ആ സ്പിൽ ഓവർ പ്രോജക്റ്റ് എടുത്ത് പൂർത്തീകരിച്ചാണ് പോകുന്നത്. ഈ ഹരിതകർമ്മസേനയുടെ അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങളൊന്ന് കൊണ്ടുവരുവാൻ
ഈ ഓട്ടോറിക്ഷ എടുത്തിട്ട് അതിനൊരു ഡ്രൈവറെ താൽക്കാലികമായെങ്കിലും വെക്കാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ഓട്ടോയെ സംബന്ധിച്ച് ഇപ്പോൾ താൽക്കാലിക ഡ്രൈവറെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മാസങ്ങളിലും ഈ ഹരിതകർമ്മ സേന വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കളക്ട് ചെയ്ത്, അപ്പോൾ ഇന്നലെയും ആ വാഹനം ഉപയോഗിച്ച് വാർഡുകളിലുള്ള ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ MCFൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. MCFൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷക്കാലത്തിലധികമായിട്ട് ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കല്ലേക്കുളത്ത് സ്ഥലം കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി സ്ഥലം പരിശോധിച്ച് അനുയോജ്യം ആണ് എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ നമുക്ക് ഇവിടെ വില്ലേജിൽ വാല്യുവേഷൻ കൊടുത്തപ്പോഴും അതിനുശേഷം താലൂക്കിൽ വാല്യുവേഷൻ കൊടുക്കുമ്പോഴും ഏതാണ്ട് 55,000 രൂപയാണ് സെൻറ്റിന് ഇപ്പം നമുക്ക് വാല്യുവേഷൻ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ സ്ഥല ഉടമ ആ വിലയ്ക്ക് തരാൻ തയ്യാറില്ല. അപ്പോൾ ജില്ലാ കളക്ടർക്ക് വാല്യുവേഷൻ നിശ്ചയിച്ച് തരുന്നതിന് വേണ്ടി കൊടുത്തിട്ട് ഏതാണ്ട് 1 വർഷത്തിലധികം. വീണ്ടും താങ്കളിലേക്ക് വരാം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. നേതാക്കളുടെയും പ്രസിഡന്റിൻ്റെയും വിശദീകരണങ്ങൾ ജനങ്ങൾ കേട്ടു. ജനാധിപത്യത്തിൻ്റെ നേരവകാശികളായ നിങ്ങൾക്കാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇടപെടാൻ കഴിയുന്നത്. എന്താണ് എന്നുള്ള കാര്യങ്ങൾ നേതാക്കളോടോ പ്രസിഡന്റിനോടോ നിങ്ങൾക്ക് ചോദ്യങ്ങളായി ചോദിക്കാവുന്നതാണ്. പ്രസിഡന്റിനോടും അതുപോലെ തന്നെ അനിൽകുമാറിനോടും കൂടി തന്നെ. ഓക്കെ. ഇപ്പോൾ പ്രസിഡന്റ് ഇവിടെ ആദ്യം തന്നെ ഉന്നയിച്ച ഒരു വിഷയം ഈ അംഗൻവാടികളുടെ കാര്യം തന്നെയാണ്. ഇപ്പോൾ പയ്യാനത്തോട്ടത്തിൽ ഒരു സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സ്ഥലത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇവിടെ പഞ്ചായത്തിലൊരു പരാതി വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിർമ്മാണം അവിടെ ആരംഭിച്ചത് കൃത്യമായ മാനദണ്ഡം പാലിച്ചുകൊണ്ടാണോ? കാരണം ആ സ്ഥലം ഇപ്പോൾ നിൽക്കുന്നത് PWD റോഡിൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡിൻ്റെയും നടുക്ക് ഒരു തുണ്ട് സ്ഥലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഇത് മാനദണ്ഡം സർക്കാരിൻ്റെ ബിൽഡിംഗ് ആണെങ്കിലും മാനദണ്ഡം പാലിച്ചുകൊണ്ടാണോ എന്നുള്ള കാര്യം പ്രസിഡന്റ് ഒന്ന് പറയണം. അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഭവന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ ഈ ലൈഫ് ഭവന പദ്ധതിയിലും PMAYക്ക് ഇവിടെ പ്രചരിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വീട് എന്നുള്ള രീതിയിലേക്കാണ്. PMAY പ്രകാരം ഒരു വീടിന് എത്ര രൂപ വിനിയോഗിക്കുന്നുണ്ട് എന്ന് ഒന്ന് പറയണം. അതുപോലെ തന്നെ ഇവിടെ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ
കാര്യം സൂചിപ്പിച്ചു. അത് പറഞ്ഞു, മറുപടി പറഞ്ഞു. അത് മറുപടി പറഞ്ഞെങ്കിലും എന്തുകൊണ്ട് ഈ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ ഇത്രയും വർഷമായിട്ട്, ഇപ്പം 2 വർഷമായി എന്ന് പറയുന്നു, ഇവിടെ നിരവധിയായ സമരങ്ങൾ നടന്നിട്ടും അതിനൊരു തുടർ പ്രവർത്തനം മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ എന്തുകൊണ്ട് അത് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല? ഇപ്പോൾ ബില്ല് മാറി എന്ന് പറഞ്ഞ് ആക്ഷേപം പറയുന്നു. പക്ഷേ നമുക്ക് പഞ്ചായത്തിൽ അന്വേഷിച്ച് പറയാൻ സാധിച്ചതും അങ്ങനെ തന്നെയാണ്, ബില്ല് മാറിയിട്ടുണ്ട്. പ്രസിഡന്റ് പറയുന്നു ബില്ല് മാറിയിട്ടില്ല എന്ന്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നത് ഒരു കട്ട കെട്ടിയ ഒരു ഏതോ ഒരു അസ്ഥിപഞ്ചരം മാത്രമായിട്ടുള്ളൊരു സ്ഥാനം ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഓക്കെ, നീണ്ടുപോകുന്നു മറുപടി പ്രസിഡന്റ്. പയ്യാരത്തോട്ടം അംഗൻവാടിയെ സംബന്ധിച്ച് ഇവിടെ ആ പ്രദേശത്തുനിന്ന് ഏതാണ്ട് ആ പ്രോജക്റ്റ് നടക്കുന്നതിൽ എതിർപ്പുള്ള 1-2 ആളുകളുടെ ഒരു പരാതി പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, അവിടെ ഗ്രാമപഞ്ചായത്തിന് ഏതാണ്ട് 5 സെൻറ്റോളം സ്ഥലം തികച്ചും സൗജന്യമായി കിട്ടിയ സ്ഥലത്താണ് നമ്മുടെ സ്മാർട്ട് അംഗൻവാടി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് PWD റോഡിൽ നിന്ന് പാലിക്കേണ്ട 3 മീറ്റർ ദൂരപരിധി പാലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് റോഡിൽ നിന്നും പാലിക്കേണ്ട 1 മീറ്റർ ദൂരപരിധി പാലിച്ചുകൊണ്ടുമാണ് അതിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ആ പരാതിയിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പരാതിയായിട്ടാണ് നമുക്കതിനെ കാണാൻ കഴിയുക. ഏതെങ്കിലും വിധത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ PMIY പദ്ധതിയുമായി, ഭവന നിർമ്മാണ പദ്ധതിയുമായി ഇവിടെ ഉന്നയിച്ച കാര്യം, അതിൽ ഒരു ഗുണഭോക്താവിന് ഗ്രാമപഞ്ചായത്ത് വിഹിതമായി നൽകേണ്ട തുക 70,000 രൂപയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ തറ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ആളുകൾക്ക് ആ ഗ്രാമപഞ്ചായത്ത് വിഹിതമായ 70,000 രൂപ വീതം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് അതുമായിട്ട് ഉറപ്പായും റോഡിൽ നിന്നും ഈ 3 മീറ്ററും ഈ പരിപാടിയുടെ സംപ്രേഷണത്തിന് മുമ്പായി ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഈ പരിപാടിയുടെ സംപ്രേഷണത്തിന് മുമ്പായി അപ്പം PMAയുമായിട്ട് ബന്ധപ്പെട്ട് 70,000. ഓക്കെ, പറഞ്ഞോളൂ. മൈക്ക് എടുത്തോളൂ. പഞ്ചായത്ത് റോഡിൽ നിന്നും എത്ര മീറ്റർ അകലം വേണം ഒരു കെട്ടിടം പണിയണമെന്ന് AEO AXO ഇയാണല്ലോ പറയേണ്ടത്, അല്ലെങ്കിൽ ഓവർസിയർ പറയണം. ഓവർസിയർ ഉണ്ടാവും, അദ്ദേഹം അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ, NOC കൊടുത്തിട്ടുണ്ടോ, ഈ കാര്യം കൂടി ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. മറ്റൊന്ന്, ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ബില്ലിനെ കുറിച്ച് ഞാനാണല്ലോ ആരോപണം വെച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടാവും. പഞ്ചായത്ത് സെക്രട്ടറി ഒരു സർക്കാരിൻ്റെ ഭാഗമാണ്, ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇത്തരം വേദി വരാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് കാര്യം ചോദിക്കാം, അതിൻ്റെ പാർട്ട് ബില്ല് മാറിയിട്ടുണ്ട്. ഇനി വിവരാവകാശ നിയമം അനുസരിച്ച് ഈ ടൗണിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മറിച്ച് പ്രസിഡന്റ് പാർട്ട് ബില്ല് മാറിയിട്ടില്ലെന്ന് പറയുന്നത് തെറ്റാണ്. ഈ കാര്യം കൂടി പരിശോധിക്കപ്പെടും. പഞ്ചായത്ത് മെമ്പർക്ക് ആവശ്യത്തിൽ എന്താണ് പറയാനുള്ളത്? PMAയിൽ നമ്മുടെ പഞ്ചായത്തിൽ 105 പേരെ എഗ്രിമെൻറ്റ് വെച്ചത്. 105 പേരെ എഗ്രിമെൻറ്റ് വെച്ചിട്ട് പഞ്ചായത്ത് കൊടുക്കേണ്ട വിഹിതം 70,000 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. അത് 40 പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 65 പേർക്ക് പൈസ കൊടുത്തിട്ടില്ല, പൈസ മാറ്റി വെച്ചിട്ടുമില്ല. ആകെ 116 വീടാണ്, അതിൽ 62 വീടേ മണന്നിട്ടുള്ളൂ ഇല്ലേ പൂർത്തീകരിച്ചത്? അതല്ലേ ശരി? അല്ല, അത് ലൈവാണ്. ലൈവ് ഇത് ഞാൻ PMAയിലാണ് പറഞ്ഞത്. PMAയിൽ 105 വീടിന് എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ രേഖകളുണ്ട്. അതിന് 40 പേർക്ക് മാത്രമേ 70,000 രൂപ വെച്ച് പഞ്ചായത്ത് മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി 65 പേർക്ക് പൈസ കൊടുത്തിട്ടില്ല. അവരെല്ലാം വീട് പൊളിച്ച് ഷെഡിനകത്ത് മഴ തൊഴിഞ്ഞ് കിടക്കുകയാണ്. എത്ര വീടുകൾ വേണം കാണിച്ചു തരാം? എത്ര വീടുകൾ? ഓക്കെ, ആരാണ് ചോദിക്കാനുള്ളത്? അല്ല, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെയും PMAY പദ്ധതിയുടെയും വിഹിതം പഞ്ചായത്ത് വിഹിതം വെച്ചിട്ടില്ല. ഇപ്പോൾ 112 വീട് കൂടി പണിയാനുണ്ട്. വിഹിതം പൈസ അനുവദിക്കാത്തതുകൊണ്ട് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം PMAയുടെ വീടിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. കാരണം പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ 1,20,000 രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. 1,12,000 രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി വെച്ചാണ്. കേന്ദ്ര ഗവൺമെന്റ് അത്രയും തരുന്നില്ല. 1,20,000 രൂപ. 1,20,000 തരുന്നില്ല. തെറ്റായ കാര്യം പറയരുത്. അല്ലല്ല, 1,20,000 72,000 രൂപ തരുമ്പോൾ 1,25,000 തരുന്നു എന്ന് പറയാൻ പാടില്ല. കേന്ദ്രം തരാത്ത കാര്യം തരുന്നു പറയാൻ പറ്റത്തില്ല. കള്ളം പറയാൻ പാടില്ല. 72,000 രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബാക്കി ചോദ്യം ചെയ്തില്ലേ? അത്തരം കള്ളപ്രചരണങ്ങൾ ഇത് പ്രധാനമന്ത്രിയുടെ വീടാണെന്നും പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ ശരിയല്ല. കേരള ഗവൺമെന്റിന്റെ ഈ പദ്ധതിയുടെ ഭാഗമായി ഒരു വിഹിതം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ്. അല്ലല്ല, അത് പഞ്ചായത്തിന്റെ വിഹിതം 70,000 രൂപ.
ബാക്കി ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് വിഹിതം തരുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് 40% ഫണ്ട് അല്ലല്ല, അനുവദിക്കുകയാണ്. എല്ലാ സംസ്ഥാന ബഡ്ജറ്റിന്റെ 40% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റാണ് വരുന്നത്. അതുപോലെ ഓരോ വികസനങ്ങളും എടുത്തുകൊണ്ട് 40 ലക്ഷം രൂപ മുടക്കിയില്ല. സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല കേന്ദ്ര പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് വിഹിതമാണ്. 40 ലക്ഷം രൂപ മുടക്കിയില്ല വിഹിതം. 40 ലക്ഷം രൂപ അദ്ദേഹം മറുപടി പറയട്ടെ. നിങ്ങൾക്ക് അവസരം തരാം. പറഞ്ഞു നിർത്തിക്കോട്ടെ. അങ്ങനെ പറയാൻ പാടില്ല. നുണ അവസരം തരാം, അവസരം തരാം. ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം പറയട്ടെ. അല്ലല്ല, ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിന് ശേഷം മറുപടി പറഞ്ഞോളൂ. പറയട്ടെ. ഇപ്പം 70,000 രൂപ നമ്മുടെ പഞ്ചായത്തിന്റെ വിഹിതം, 1,12,000 രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം, 98,000 രൂപ ജില്ലാ പഞ്ചായത്ത് വിഹിതമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ 70,000 രൂപ അന്ന് ആദ്യഘട്ടത്തിൽ പണി തീർത്ത 40ഓളം കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ബാക്കി തറപടി തീർത്ത ആൾക്കാരുടെ ഈ പ്രോജക്റ്റിൽ റിവിഷൻ വരുമ്പോൾ നമ്മൾ വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കാണിച്ചതെന്നാണ് ആകെ ഇത്രയും വീട് പണിതിട്ട് 6 പേർക്കാണ് 1,12,000 രൂപ വെച്ചിരിക്കുന്നത്. അത് UDF ആണ് അവിടെ ബ്ലോക്ക് ഭരിക്കുന്നത്, അവർ ഫണ്ട് തന്നിട്ടില്ല. അതുപോലെ LDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് 98,000 രൂപ കാരണം അവർ ഫണ്ട് തന്നിട്ടുണ്ടോ? അവർ തന്നിട്ടില്ല. കാരണം ഇവരെല്ലാം അവരുടെ വാർഡുകളിൽ റോഡുകളും തോടുകളും ഒക്കെ ചെയ്യാൻ വേണ്ടി ആ ഫണ്ട് കൊണ്ട് മാറ്റി. ഇവിടെ വീട് പണിതിട്ട് വീട് പൊളിച്ചിട്ട് സാധാരണക്കാരൊന്നും പൈസ കിട്ടാതെ, കാരണം 1,12,000 രൂപ ബ്ലോക്ക് തരുവാണ്. ബ്ലോക്ക് 6 പേർക്കാണ് തന്നിരിക്കുന്നത്. 6 പേർക്കാണ് ബ്ലോക്ക് വീതം തന്നിരിക്കുന്നത്. ആ ഫണ്ട് തരുവാണെങ്കിൽ ഇപ്പോൾ അവർക്ക് വാർത്തിട്ടായിരുന്നു. അതിനുള്ള സാഹചര്യം ഇവരാണ് ഒരുക്കേണ്ടത്. ജില്ലാ പഞ്ചായത്ത് വീതം തരാത്ത പദ്ധതി പൂർത്തീകരണത്തെ സംബന്ധിച്ച് ഇതുവരെ ജില്ലാ പഞ്ചായത്ത് റിപ്പോർട്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. റിപ്പോർട്ട് കൊടുത്താൽ ജില്ലാ പഞ്ചായത്ത് പൈസ അനുവദിക്കും. EMIക്കും ലൈഫിനൊക്കെ ഇവരൊക്കെ നിർബന്ധമായിട്ട് വിഹിതം വെക്കേണ്ടതാണ്. ബ്ലോക്ക് പഞ്ചായത്താണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുത്ത ലിസ്റ്റിന്റെ ഇല്ല, പക്ഷേ എന്റെ വാർഡിൽ തന്നെ 4 പേർ കിട്ടിയിട്ടുണ്ട്. എന്റെ വാർഡിൽ 4 പേർ. ഈ വർഷം 6 പേർക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് വെച്ചില്ലല്ലോ. ഒരു ക്വസ്റ്റ്യൻ ആരോടാണ്? ഇത് 2006 ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റിന്റെ 4 കർമ്മ പദ്ധതികളിലൊന്നാണ് ലൈഫ് മിഷൻ. കേരളത്തിലെ 5.25 ലക്ഷം ആൾക്കാർക്ക് വീട് കൊടുക്കാമെങ്കിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ എന്തേ ഈ വിഹിതങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത്? സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ ശേഷിയുള്ള പഞ്ചായത്ത് ഭരണസമിതി ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് ഉള്ള ഒരു വസ്തുത എന്നത്. ഒരു ചോദ്യമുള്ളത്, ഇവിടെ റോജി മെമ്പർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. കൈപ്പള്ളിയിൽ 40 ലക്ഷം രൂപ, കുതുകോര മലയിൽ 40 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു ടേക്ക് എ ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ടൂറിസത്തിൻ്റെ ഭാഗമായി. അതിൻ്റെ സ്ഥിതി ഇന്ന് എന്താണ്? അതിൻ്റെ ഫണ്ട് ഏത് വർഷത്തെയാണ്? അതിൻ്റെ ഉദ്ഘാടനം നടന്നോ? അവിടേക്ക് കടന്നു ചെല്ലാൻ ഒരു ടൂറിസ്റ്റിനോ ഒരു ആൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു വഴിയെങ്കിലും ഉണ്ടോ അവിടെ? കേരള ശുചിത്വ മിഷൻ്റെ ഫണ്ടും അതാണ് കൂടുതൽ ഫണ്ട്. എൻ്റെ 90% ശുചിത്വ മിഷൻ ഫണ്ടാണ്. ബാക്കി കേരള പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണിത് പൂർത്തീകരിച്ചാണ്. കോവിഡ് കാലഘട്ടത്തിൽ ആ സമയത്ത് പഞ്ചായത്ത് ഭരണം തുടങ്ങിയ സമയത്ത് നിരവധി ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ടായിരുന്നു. അന്ന് അതിന് ആ ഉദ്ദേശത്തിലാണ് ആ കെട്ടിടം പണിത് അവിടെ വികസിപ്പിക്കാൻ വേണ്ടി. ഇപ്പം അതിൻ്റെ ഉദ്ഘാടനം ഈ ഒക്ടോബർ 2-ാം തീയതി ഉണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഗവൺമെൻറ് തീരുമാനിച്ചാണ് ഒക്ടോബർ 2-ാം തീയതി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLAയുടെയും MP-യുടെയും നേതൃത്വത്തിൽ ഉദ്ഘാടനം നടത്തുന്നതാണ്. പോരായ്മകൾ പരിഹരിക്കണം. അതുപോലെ ഒരു കാര്യം കൂടെ പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത്, ഇതിന്റെ ബില്ല് മാറിയില്ലെന്ന് പറഞ്ഞു. ഈ സ്തൂപത്തിന്റെ പണി തീർത്ത ഗാന്ധി പ്രതിമയുടെ വില ഒഴിച്ച് ബാക്കി മുഴുവൻ ബില്ലും മാറിയിട്ടുണ്ട്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് UIFയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നുവെന്ന് ഇവിടെ തീരുമാനിച്ചിരുന്ന പഞ്ചായത്ത് കമ്മിറ്റി മാറ്റി വെച്ചിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഇവിടുന്ന് ഒളിച്ചുപോയ ഒരു ചരിത്രമുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർ പരാതി കൊടുത്തുകൊണ്ട് അന്വേഷണം നേരിടുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്വേഷണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാന്ധി പ്രതിമയും ഫലകത്തിനും വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് 1.5 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്. ആ 1.5 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് ഇതും ഇപ്പോഴേ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ കമാനവും നമ്പർ 1 ചോദ്യം എന്ന് പറയുന്നത് പാർട്ട് ബില്ല് മാറിയോ? ഗാന്ധി പ്രതിമയും ഫലകവും സ്ഥാപിക്കാൻ വേണ്ടി പ്രൊജക്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്ന 1.5 ലക്ഷം രൂപയിൽ 1 രൂപ പോലും ബില്ല് മാറിയിട്ടില്ല. നമ്പർ 1 അനുസരിച്ച് 1 രൂപ പോലും മാറിയിട്ടില്ല. വനിതകളുമായി ബന്ധപ്പെട്ട പദ്ധതിയില്ല എന്നൊരു ആരോപണം പറഞ്ഞു. വനിതകളെ സംരംഭരാക്കി മാറ്റുന്നതിന് വേണ്ടി 2023-24 15 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം ആരംഭിക്കുന്ന ആളുകൾക്ക് 95,000 രൂപ സബ്സിഡി കൊടുക്കുന്നതിനും ഈ വർഷവും അതിനുവേണ്ടി പ്രൊജക്റ്റ് ഈ സാമ്പത്തിക വർഷവും പ്രൊജക്റ്റ് നമുക്കുണ്ട് എന്ന കാര്യം കൂടെ ഏതെങ്കിലും തുടങ്ങിയോ? എവിടെയും തുടങ്ങിയോ? അല്ല, അതിന് സബ്സിഡി മാനദണ്ഡത്തിൽ കുറെ നിബന്ധനകളുണ്ട്. ചോദ്യം നമ്പർ 1, ആ പദ്ധതി ഏതെങ്കിലും വാർഡിൽ തുടങ്ങിയോ? തുടങ്ങിയെങ്കിൽ എവിടെ? അപേക്ഷകർ വരണം. അപേക്ഷകർ വരണം എങ്കിലേ നടക്കുള്ളൂ. വനിതകളെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്ന രീതിയിലായിരുന്നു ആ പ്രോജക്റ്റ് വെച്ചത്. നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതി വെക്കരുതായിരുന്നു. അല്ല, വനിതകൾക്ക് സാമ്പത്തിക സഹായത്തിന് സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡമോ പഞ്ചായത്ത് നിശ്ചയിച്ച മാനദണ്ഡമല്ല. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം
ബാങ്ക് ലോൺ എടുത്ത് സംരംഭം ആരംഭിച്ച് 3 മാസം കഴിയുമ്പോൾ അവരുടെ ലോണിലേക്കാണ് 95,000 രൂപ അടച്ച് അവരുടെ ലോൺ ബാധ്യത കുറവ് ചെയ്യുന്ന സ്കീമാണ്. അതല്ലാതെ സംരംഭകർക്ക് നമുക്ക് നേരിട്ട് കൊടുക്കാൻ ഈ പ്രസിഡന്റടക്കം 14 വാർഡുകളിൽ വനിതാ സംവരണ പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്ന് കുറ്റസമ്മതം പ്രസിഡന്റ് നടത്തിയതായി ഞാൻ പറയുന്നു. കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ഇവിടെ പ്രോജക്ട് ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ്. പ്രോജക്ടിന് അപേക്ഷകരും ഭരണസമിതിയായും അപേക്ഷകർ സബ്സിഡി മാനദണ്ഡം പാലിച്ച് ഭരണസമിതിയല്ലല്ലോ ഉത്തരവാദി. ഭരണകക്ഷിയുടെ ഉത്തരവാദിത്തമാണ് നടപ്പാക്കേണ്ടത്. പ്രസിഡന്റ് എന്ത് ചെയ്തു? അതാണ് സൂചിപ്പിച്ചത്. ഇതിനു വേണ്ടി ചോദ്യം, ആ ഫണ്ട് പിന്നീട് വക മാറ്റിയോ ഇപ്പോഴും ഉണ്ടോ? ഈ വർഷവും പ്രോജക്റ്റ് ഉണ്ട്. അല്ല, അന്ന് എന്ത് ചെയ്തു? വക മാറ്റിയോ? അത് എക്സ്പെൻഡിച്ചർ ആവാത്ത സാഹചര്യത്തിൽ വേറെ മറ്റു പ്രോജക്റ്റിലേക്ക് മാറ്റും. ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് വേണ്ടി പൈസ വെക്കുക, നടക്കാൻ വേണ്ടാത്ത പദ്ധതിക്ക്, എന്നിട്ട് വനിതകളെ സംരംഭത്തിന് പൈസ കൊടുക്കാതിരിക്കുക, പ്രസിഡന്റിനും ഭരണസമിതിക്കും ഇഷ്ടപ്പെടുന്ന ശിൽബന്ധികൾക്ക് വേണ്ടി ആ ഫണ്ട് പിന്നീട് വിനിയോഗിക്കുക. അങ്ങനെയുള്ള അഴിമതിയാണ് ഞാൻ ആരോപണം വെച്ചത്. അതൊക്കെ വെറുതെ ആരോപണമാണ്, മറുപടി അർഹിക്കാത്ത ആരോപണങ്ങൾ. ഈ പഞ്ചായത്തിനൊരു വാഹനമുണ്ട്. ഈ വാഹനം അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ഈ ഒരു മാസം തന്നെ, ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ എത്ര കിലോമീറ്റർ ഈ വാഹനം ഓടിച്ചിട്ടുണ്ട്, എവിടേക്കെല്ലാം ഏതെല്ലാം ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ട് എന്ന് പ്രസിഡന്റിന് പറയാൻ സാധിക്കുമോ? ആ കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്നു, ഈ മാസം 2-ാം തീയതി ആ വാഹനം കട്ടപ്പനയ്ക്ക് പോകേണ്ട ഒരു വിവാഹ ആവശ്യത്തിന് പോയിട്ടുണ്ടോ? അങ്ങനെ പോകാമോ? പ്രസിഡന്റ്, വാഹനം പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവധി ദിവസം ഉൾപ്പെടെയുള്ള ദിവസം കല്യാണത്തിന് ഏത് സർക്കാർ നിയമമാണ് അനുവദിക്കുന്നത് കൂടി പ്രസിഡന്റ് പറയണം. ആ പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയണം. പ്രസിഡന്റ് പഞ്ചായത്ത് രാജ് ആക്ട് അറിയാമല്ലോ, അതൊന്ന് വിശദീകരിച്ചാൽ മതി. പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ചായത്ത് രാജ് ആക്ട് പറ. ആക്ടും ചട്ടത്തിനനുസരിച്ച് പൊതുസ്വത്ത് ഉപയോഗിക്കാൻ പറ്റൂ. പഞ്ചായത്തിന്റെ ഔദ്യോഗിക കാര്യത്തിനാണോ കല്യാണം? ഔദ്യോഗിക കല്യാണമായിരുന്നോ? പറ. ബാറിന്റെ മുന്നിൽ കിടക്കുന്ന ഔദ്യോഗികമാണോ? പറയണം. പോകണോ? പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളല്ലേ ബാധിക്കുന്നതാണ്, ജനങ്ങളെ ബാധിക്കുന്ന. ഈ പഞ്ചായത്തിന് ഡീസലടിക്കുന്നത് നികുതിയാണ്. എനിക്ക് പഞ്ചായത്ത് വാഹനം ഉപയോഗിച്ച പഞ്ചായത്ത് വാഹനം ഒരാളെ കൂട്ടം കൂടി ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? പഞ്ചായത്തിന്റെ വികസന അനധികൃതമായി വാഹനം ഉപയോഗിച്ചോ എന്നുള്ള ചോദ്യത്തിന് പ്രസിഡന്റാണ് മറുപടി പറയേണ്ടത്. അത് എനിക്ക് പറയാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിന് വണ്ടി പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. പ്രസിഡന്റ് മറുപടി പറയും. അല്ല, ഇത് വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ളത്, അതിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ്, ഉദ്ദേശിക്കുന്നില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണില്ല. ഇപ്പം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വാഹനം, ഇപ്പം ഈ കഴിഞ്ഞ 5 വർഷത്തെ വാഹന ഓടിയ കിലോമീറ്ററും അതിന് മുമ്പ് 10 വർഷമായല്ല വണ്ടി വാങ്ങിച്ചിട്ട് ഓരോ വർഷം ഓടിയോ കിലോമീറ്റർ എടുത്ത് നോക്ക്. വ്യക്തിപരമായിട്ടാണോ ഉപയോഗിച്ചത്? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ
സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. എനിക്കിങ്ങനെ വലിയ പദ്ധതികളെ പറ്റിയൊന്നുമല്ല ചോദ്യം ചോദിക്കാനുള്ളത്. നമുക്കിവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട്. പഞ്ചായത്ത് കുട്ടികൾക്ക് വായിക്കാനും വളരാനും വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ പബ്ലിക് ലൈബ്രറി. ബട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പുസ്തകവും ഇല്ല. ആകെ കുറച്ച് കളിക്കുടിക്കുകയും പാടരമേ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ മെമ്പർഷിപ്പ് എടുത്തു, 100 രൂപ എൻ്റെ പോയി. അവിടെ നമുക്ക് വായിക്കാനോ പഠിക്കാനോ ഒരു പുസ്തകം പോലും ഇല്ല. ഈവൻ പൂഞ്ഞാറിൻ്റെ ഹിസ്റ്ററി അടങ്ങിയ ഒരു ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചരിത്രമോ പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, ഐ മീൻ നമ്മുടെ ഹിസ്റ്ററി നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. അങ്ങനെ സംബന്ധിച്ച് ഒരു ബുക്കുകളോ ഒന്നുമില്ല. കാര്യക്ഷമമായ ഒരു ബുക്കുകൾ പോലും അതിനകത്തില്ല. ഞാൻ ഓർത്ത് ഓക്കെ നമുക്ക് റീഡിങ് ഹാബിറ്റ് നല്ലതാണ്. കുറേ പിള്ളേർ വന്നു എൻ്റെ ഒപ്പം തന്നെ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നു. ബട്ട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്ക് പോലും ഇവിടെ ഇല്ല. അന്നേരം കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ലൈബ്രറി നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഒരു മറുപടി. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ വായനശാല ഈ മുകളിലത്തെ ഒരു ചെറിയ റൂമിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്ട് 1 വർഷത്തോളം ആകുന്നു നമ്മൾ പുതിയ നവീകരിച്ച കെട്ടിടത്തിലേക്ക് വായനശാലയുടെ പ്രവർത്തനം മാറിയിട്ട്. വായനശാലയെ സംബന്ധിച്ച് കുറേയധികം പരിമിതികൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ വർഷവും പുസ്തകം നമ്മൾ വാങ്ങി അവിടെ ആവശ്യമായ പുസ്തക ശേഖരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 3 വർഷം പൂർണ്ണമായി ഫണ്ട് വിനിയോഗിച്ചപ്പോൾ എത്ര രൂപയുടെ പുസ്തകം വാങ്ങി അതാണ് പറയേണ്ടത്. അല്ല കെട്ടിടം പറഞ്ഞ കാര്യമല്ല, എത്ര രൂപയുടെ പുസ്തകം വാങ്ങി. അല്ല അതിനെ സംബന്ധിച്ചപ്പോൾ പുസ്തകം എത്ര രൂപയുടെ വാങ്ങി എന്നുള്ള കണക്കുമായിട്ടല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എല്ലാ വർഷവും പുസ്തകം ഇല്ലെന്നാ പറഞ്ഞേ. അതല്ല, നമ്മൾ കെട്ടിടം നന്നായിട്ട് വന്നു, ഓക്കെ നല്ല കാര്യം. ബട്ട് നമ്മളെപ്പോഴും ഓരോ കാലത്തിനനുസരിച്ചുള്ള ബുക്ക് അതിനകത്ത് അപ്ഡേറ്റ് ആണ്ട്. നമ്മൾ വലിയ കെട്ടിടം പണിത് സമ്മതിച്ചു, ഇപ്പം ചോർന്ന് ഒലിക്കുന്നില്ല, താഴേക്ക് ഒരു നല്ലൊരു കെട്ടിടത്തിൽ വന്നു. പക്ഷേ ഒരു 2020 ശേഷമുള്ള കറണ്ട് ആയിട്ടുള്ള ബുക്സ് ഒന്നും അവിടെ അവൈലബിൾ അല്ല. ആകെ കുറച്ച് കഥപുസ്തകങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും കഥപുസ്തകം വായിക്കാനല്ല ലൈബ്രറി പോകുന്നത്. കുറച്ച് നോവൽസ് ഉണ്ട്. ബട്ട് അതല്ല നമുക്ക് പഞ്ചായത്തിനെ കുട്ടികളടക്കം ആശ്രയിക്കുന്നത് റഫറൻസ് ഗ്രന്ഥങ്ങളടക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പ്രസിഡന്റ്. അടുത്ത പദ്ധതിയിലെങ്കിലും ജയിച്ചു വരുന്നവർ അത് ചെയ്യണം. അടുത്ത പദ്ധതിയിലെങ്കിലും അത് പഞ്ചായത്തിന്റെ ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ലൈബ്രറി സുനീഷ് കുമാർ വളരെ കാര്യക്ഷമമായിട്ട് എൻ്റെ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. എല്ലാ വർഷവും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ഇത് ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങാറുണ്ട്. ചോദ്യം ആരോടാണ്? ചോദ്യം പ്രസിഡന്റിനോടാണ്. എൻ്റെ പേര് രാജപ്പൻ. പൂഞ്ഞാറിലൊരു വയോജന ക്ലബ്ബുണ്ട്, സായുജ്യം വയോജന ക്ലബ്ബ്. KTM-TC 152/2023 നമ്പറായി പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരേ ഒരു വയോജന ക്ലബ്ബാണ് സായുജ്യം വയോജന ക്ലബ്ബ്. അത് 21/6 രജിസ്റ്റർ ചെയ്തത്. അന്ന് മുതൽ പഞ്ചായത്തിലേക്ക് ഞങ്ങൾക്ക് പഞ്ചായത്തിലൊരു മുറി അനുവദിച്ച് തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകൾ നൽകിയുണ്ടായി. മുണ്ടക്കയത്ത് വെച്ച് നടന്ന വികസന സമിതിയിൽ ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ ജില്ലാ നേതൃത്വത്തിലേക്ക് പോവുകയും ജില്ലാ പഞ്ചായത്തിൽ നിന്നൊക്കെ അതിനുള്ള ഇങ്ങോട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രയായാലും പഞ്ചായത്തിൽ മുറി ഉണ്ടായിരിക്കുകയും വയോജനത്തിൻ്റെ പേരിൽ പുതിയ സംവിധാനങ്ങളൊക്കെ ബോർഡ് വരെ ഉണ്ടാക്കിക്കൊണ്ട് ഗവൺമെൻറ് വയോജനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് അതിനൊരു മുറി പോലും ഇത്രയും നാളായിട്ടും 2023 മുതൽ ഇവിടെ അനുവദിക്കാതിരിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഒരു മറുപടി പ്രസിഡന്റ്. നിലവിൽ നമുക്ക് വയോജന ക്ലബ്ബ് ആരംഭിക്കുവാൻ അനുയോജ്യമായ കെട്ടിട സൗകര്യം ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് അനുവദിക്കാതിരുന്നത്. ഇപ്പോൾ നമുക്ക് കുടുംബശ്രീയായി ബന്ധപ്പെട്ടൊക്കെ പുതിയ ഓഫീസ് 1 മാസം മുമ്പാണ് മാറി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ അത് സംബന്ധിച്ച് ആലോചിച്ച്
അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങാം. നമ്മുടെ പൂഞ്ഞാർ ഗവൺമെൻറ് ആശുപത്രിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ ആശുപത്രി 100-ലേറെ വർഷം പഴക്കമുള്ള ഗവൺമെൻറ് ആശുപത്രിയാണ്. അതിപ്പം അതിന് കുടുംബക്ഷേമ മന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ പല ചെറിയ കെട്ടിടങ്ങളുമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അതൊക്കെ ജീർണിച്ച അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു മൾട്ടി സ്റ്റോർ കെട്ടിടം പണിയുവാൻ ആവശ്യമായിട്ടുള്ള സംവിധാനവുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുണ്ടോ? അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പ്രസിഡന്റിനോടാണ് ചോദ്യം. കേരളത്തിലെ മുഴുവൻ ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങളായി. നമുക്ക് പുതിയ കെട്ടിടം ആയില്ലേ പ്രസിഡന്റ്? നമ്മുടെ കെട്ടിടം, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ PHC ആയിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ അത് നമ്മുടെ ഹെൽത്ത് ഗ്രാൻറ്റും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് വിഹിതവും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 46 ലക്ഷം രൂപയുടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് FHC ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ FHC ആയി മാറുന്ന ഒരു സ്ഥിതിയിലും അല്ലെങ്കിൽ സാഹചര്യത്തിലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല അവിടെ ചികിത്സ തേടി വരുന്നത്. നമ്മുടെ സമീപ പഞ്ചായത്തുകളായ ഈരാറ്റുപേട്ടയും പൂഞ്ഞാറും തീക്കോയി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ നിന്ന് ആളുകൾ ദിവസം പ്രതി 100 കണക്കിന് ആളുകൾ അവിടെ ചികിത്സ തേടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം നിലവിലുള്ള കെട്ടിട സൗകര്യം നമുക്ക് പോരാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം അത് നമ്മൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഡീറ്റെയിലായിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിന് നമുക്ക് അംഗീകാരം കിട്ടാത്ത ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട MLA HMC യോഗത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം കെട്ടിടത്തിൻ്റെ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഭാവിയിൽ ആ കെട്ടിടം അംഗീകരിച്ച് അല്ലെങ്കിൽ ആ മതിയായ സൗകര്യമുള്ള കെട്ടിടം നിർമ്മാണം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സമീപത്തുള്ള മുഴുവൻ ആശുപത്രികൾക്കും പുതിയ ബിൽഡിംഗ് നിർമ്മിച്ചു. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. 100 വർഷത്തെ പഴക്കമുണ്ട്, ഒരേ ഏക്കർ വസ്തുവുണ്ട്, കെട്ടിടം പണിയാനുള്ള സൗകര്യമുണ്ട്. 100 കൊല്ലത്തിനടുത്ത് 70-80 കൊല്ലം പഴക്കമുള്ള കെട്ടിടമാണ് പുറകുവശത്തിരിക്കുന്നത്. അവിടെ പുതിയൊരു കെട്ടിടം നിർമ്മിക്കാനുള്ള സാഹചര്യം ഈ പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് ഉണ്ടായില്ല. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. ബഹുമാനപ്പെട്ട MLA, രാഷ്ട്രീയം എന്തായാലും വേണ്ടിയല്ല, ബഹുമാനപ്പെട്ട MLA കഴിഞ്ഞ 2 മാസം മുമ്പുള്ള HMC മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. MLA ആയിട്ട് 4 വർഷമായിട്ട് MLA ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് കഴിഞ്ഞാൽ 2 മാസം മുമ്പ് HMCയിലാണ് ക്ഷണിക്കുന്നത്. MLA ഉൾപ്പെടുത്തി അത് നല്ലൊരു കെട്ടിടം ഈ ആശുപത്രിക്ക് ഉണ്ടാകാതിരുന്നത് പഞ്ചായത്ത് ഭരണസമിതി വീഴ്ച തന്നെയാണ് എന്ന് കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ പറഞ്ഞല്ലോ. എന്താണ് സമീപനം സ്വീകരിക്കുന്നത്? ഇവിടെ വികസനം വരരുതെന്നുള്ളതുകൊണ്ടാണ് MLA മാറ്റി നിർത്തുന്നത്. അത് തന്നെയാണ് ഇവിടെ വികസനം വരാത്തതിൻ്റെ കാര്യം. LDFനെ സഹകരിപ്പിക്കണം. ഓക്കെ, യുവജനങ്ങളായിട്ട് എന്തിവിടെ ചെയ്തു എന്നുള്ളതാണ്. ഒരു സ്റ്റേഡിയം ഇല്ല, സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്, എല്ലാ വില്ലേജിലും ഒരു കളിസ്ഥലം ആവശ്യമുണ്ടെന്നുള്ളത്. ഇവിടെ ഒരു കേരളോത്സവം എന്ന് പറഞ്ഞൊരു അടുത്ത ദിവസം 3 ദിവസമായിട്ട് പരിപാടി നടന്നുണ്ട്. ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. എന്ത് മുന്നൊരുക്കം അതിന് വേണ്ടി നടത്തുന്നത്? ഈ യുവജനങ്ങൾക്കായിട്ട് ഒരു പ്രതിനിധി ഇവിടെ ഉള്ളതാണ്. അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, മരിച്ചോ ഇല്ലെന്ന് അറിയത്തില്ല, പത്രത്തിൽ ഒന്നും പടം വന്നിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കണം. ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ യുവജന കോർഡിനേറ്റർ ആയിട്ട് ഒരാൾ നിയമിതനായിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. നമ്മുടെ കേരളോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഗവൺമെൻറ് ഉത്തരവ് വരുന്നത്. ഈ മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ട് പഞ്ചായത്ത് തലത്തിലുള്ള കേരളോത്സവം പൂർത്തീകരിക്കണമെന്ന്. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കമ്മിറ്റി തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തെ 14 അംഗങ്ങളോടും അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതാത് പ്രദേശത്തെ യുവജനങ്ങളെയും ക്ലബ്ബുകളെയും ഒക്കെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ 11 മണിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി യോഗം വിളിച്ചിരുന്നു. അപ്പോൾ അവരെ അറിയിച്ച് അവരെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് ബഹുമാനപ്പെട്ട മെമ്പർമാരുടെ ശ്രദ്ധയിൽ ആ കാര്യങ്ങൾ പെടുത്തിയിരുന്നതാണ്. എനിക്ക് വേറൊരു വിഷയമാണ് പറയാനുള്ളത്. ESI ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ് ESIയിൽ ഉൾപ്പെട്ടതായിട്ട് 2012 മുതൽ നമ്മൾ സമരമുഖത്താണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ ഏറ്റവും വലിയ സമരം നടന്ന് നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെയാണ്. ഏറ്റവും വലിയ സമരമുഖമായിരുന്നു. അതിന് നമ്മൾ പോരാട്ടം നടത്തി അതിനുള്ള നിവാരണങ്ങളെല്ലാം കൊടുത്തായിരുന്നു. അന്നത്തെ വില്ലേജ് ഓഫീസറും ഫോറസ്റ്റ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ തയ്യാറാക്കിയ ഈ തെക്കേക്കര വില്ലേജിനെ സംബന്ധിച്ച സമഗ്രമായൊരു ഫയല്, ആ ഫയല് പഞ്ചായത്തിൽ കാണാനില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ കരട് വിജ്ഞാപനം പുതുക്കി പ്രഖ്യാപിച്ചു. അതിന് ആവശ്യമായ പരാതികൾ പഞ്ചായത്തുകൾ നൽകണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് വിജ്ഞാപനത്തിൽ പുറപ്പെടുവിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീക്കോയ് പഞ്ചായത്തിലും കൂട്ടിക്ക പഞ്ചായത്തിലും മേലുകാവ് പഞ്ചായത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുകയും രേഖകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ പരാതികളുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ മാത്രം
ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നേതൃത്വത്തിൽ യാതൊരു നീക്കവും നടന്നില്ല. പഞ്ചായത്ത് കമ്മിറ്റി എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ അത് നമുക്ക് ആലോചിക്കാമെന്ന് മാത്രമേ പറഞ്ഞു. അതിനുശേഷം 13/9/2024 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 5 മെമ്പർമാർ പഞ്ചായത്തിലായ നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്ത പ്രകാരമാണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടാൻ പോലും പ്രസിഡന്റ് തയ്യാറായത്. അതിനുശേഷം ഏറ്റവും അവസാന ദിവസം നമ്മൾ പരാതി കൊടുക്കേണ്ട ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇതുമായിട്ട് പരാതി കൊടുത്തത്. ഈ പൂഞ്ഞാർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് ജയിച്ചു വന്നാൽ ഞാനുൾപ്പെടെ 14 മെമ്പർമാർ ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജയിച്ചു വന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പ്രസിഡന്റ് തീർച്ചയായിട്ടും മനഃപൂർവ്വമാണോ അല്ലാതെയാണോ അതിൻ്റെ അവസാനതയാണ് കാണിച്ചത്, അതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. അത് തീർച്ചയായിട്ടും ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് വിചാരിച്ച വഞ്ചനയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിസ്ഥിതി ലോല പദ്ധതിയുമായി ബന്ധപ്പെട്ട് MP എന്ത് ചെയ്തു എന്നുകൂടി കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയണം. ഒന്ന്. രണ്ടാമത് ഹരിതകർമ്മ MLA-മാരെന്ന് പറയുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈബി ഈഡനും പ്രതാപനും ഒക്കെ പറഞ്ഞത് ഈ പരിസ്ഥിതി ലോല പ്രദേശമായി വനവുമായി 11 കിലോമീറ്റർ ചുറ്റളവിൽ സംരക്ഷണ ഭൂമി ഉണ്ടാവണമെന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന്റെ അനുയായിയായിട്ടുള്ള MP പാർലമെന്റിൽ ഒരു അക്ഷരം ഉരിയാടിയോ? കോൺഗ്രസ് ദേശീയ തലത്തിൽ വ്യത്യസ്ത നയം, കേരളത്തിലാകെ വ്യത്യസ്ത നയം. ഈ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഗവൺമെന്റ് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു. അവർ 11 പറഞ്ഞത്. 1 കിലോമീറ്റർ ചുറ്റളവെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറയ്ക്കുകയും ചെയ്തത്. അത് കൃഷിക്കാരോടും വനത്തിനടുത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രതിബദ്ധതയാണ് LDF തെളിയിച്ചത്. പ്രസിഡന്റിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ വനിതകൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു കുടുംബശ്രീ പ്രവർത്തിച്ചിരുന്നു. ആ കുടുംബശ്രീയുടെ അടിസ്ഥാനമാക്കി ഇവിടെ സ്കൂട്ടർ നൽകുമെന്നും പറഞ്ഞ കുറേ വനിതകളിൽ നിന്നും ഒരു 60,000 രൂപ വീതം ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണം കൂടി പ്രസിഡന്റ് പറയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി, അല്ല, CDS പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ കീഴിലാണ്. CDS പ്രവർത്തിക്കുന്ന മറുപടി എന്റെ ചോദ്യം പറയാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മറുപടി കുടുംബശ്രീ ആഫീസ് എന്തിനു വിട്ടുകൊടുത്തു? നമ്മുടെ കുടുംബാരോഗ്യ അനിലും അടക്കം സമ്മതമുള്ളത് കൊണ്ടാണ് CDSന്റെ ആഫീസ്, സർക്കാർ ആഫീസ്, പഞ്ചായത്തിന്റെ ആഫീസ് വിട്ടുകൊടുത്ത് അവിടെ വെട്ടിപ്പ് നടന്നത്. അതിന് സമാനം പറയണം. എനിക്ക് ഒരു കാര്യം പൂഞ്ഞാർ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ അതൊരു ഉദ്ഘാടനത്തിന്റെ വക്കയിൽ എത്തിച്ചു വെച്ചാണ്. അത് കഴിഞ്ഞ് എന്താണ് അവിടെ നടന്നതെന്നുള്ളതും കൂടെ ഒന്ന് പറയുക. അല്ല, അതിനു മുമ്പ് ഇപ്പൊ ഈ പരിസ്ഥിതി ദുർബല പ്രദേശവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മെമ്പർ കോൺഗ്രസിന്റെ പ്രതിനിധി വലിയ ആക്ഷേപം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ആരാണ് ഈ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ഇന്ന പ്രദേശങ്ങളാണെന്ന് തിട്ടപ്പെടുത്തിയത്? രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഇത്. നമ്മൾ 15 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞില്ല, നമ്മളിപ്പോ കോൺഗ്രസും BJPക്ക് ഇതിന് ഒഴിയാൻ പറ്റില്ല. കേന്ദ്രം ഭരിക്കുന്നവരും ഇപ്പൊ രാഷ്ട്രീയ മുതലത്തിന് വേണ്ടി കോല കെട്ടിയിട്ട് കാര്യമില്ല. സമയക്കുറവ് മൂലം ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്ത വർഷം ഇലക്ഷൻ ജയിച്ചു വന്നാൽ കുടുംബശ്രീ ഓഫീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ദുരുപയോഗം തന്നെയാണ്. കുടുംബശ്രീ ഓഫീസ് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ആണോ അതിന് മറുപടി പറയുക? സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ടോ? ആരാണ് കസ്റ്റോഡിയൻ? പഞ്ചായത്ത് ഓഫീസിന്റെ കസ്റ്റോഡിയൻ ആരാണ്? സെക്രട്ടറി ഓർ പ്രസിഡന്റ് ഭരണസമിതി ആണോ? അതോ വഴിയെ പോകുന്ന ഞങ്ങളാണോ? ആരാണ് കസ്റ്റോഡിയൻ? ആരാണ് പഞ്ചായത്ത് ഓഫീസിന്റെ കസ്റ്റോഡിയൻ? ഭരണസമിതിയോ പ്രസിഡന്റ് സെക്രട്ടറിയോ? ആര് കൊടുത്തു? സാങ്ഷൻ ഉണ്ടായിരുന്നോ? ഉത്തരവുണ്ടോ? ഓക്കെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ NDAയുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വികസന പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കും. NDAയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി വന്നാൽ ഞാൻ ചോദിക്കാം. മനസ്സിലായി, മൈക്കില്ല, കിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. വന്യമൃഗ ശല്യം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഏരിയയാണ്. അതായത് ഈ ഗ്രാമപഞ്ചായത്തിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ട് ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം. ഈ തെരുവുനായല്ല, ആടിനെ കൊണ്ട് ഈ നാട്ടിൽ കർഷകർക്കും അതുപോലെ തന്നെ വാഹനയാത്രക്കാർക്കും ഭീഷണിയായിട്ട്
ഒരു പറ്റം ആടുകൾ ഈ പഞ്ചായത്തിൽ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് നിരവധി പരാതികൾ, ഇവിടെ സമരങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. അതിന് ഈ പഞ്ചായത്ത് എന്ത് നടപടിയെടുത്തു? ഇതാദ്യം കേൾക്കുന്ന സംഭവം ആട് പ്രശ്നം. ഇവിടെ ഒരു വിദേശ വനിതയുടെ ഉടമസ്ഥതയിൽ കുറേ ആടുകളുണ്ട്. അത് ഇവിടെ ഉന്നയിച്ച പരാതി ശരിയാണ്. അതിനെ രാവിലെ തൊട്ട് അഴിച്ചു വിടുന്നു. ഇവിടെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള കൃഷിക്കാരുടെ കൃഷിയെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും കാര്യങ്ങളും ഒക്കെ വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളതുമായിട്ട് ഈ കഴിഞ്ഞ ദിവസവും പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് പഞ്ചായത്ത് ഭരണസമിതി അത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അതിനെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു നിയമപര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യാനന്തരം പഞ്ചായത്തുകൾക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെ പിടിച്ചുകെട്ടി സംരക്ഷിക്കുന്നതിന് കോമ്പൗണ്ട് നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. അതാ ചോദ്യം. എന്തുകൊണ്ട് സംവിധാനം ഉണ്ടാക്കിയില്ല? പഞ്ചായത്ത് നടപടി എടുക്കുന്നില്ല, പ്രസിഡന്റ് നടപടി എടുക്കുന്നില്ല. അടുത്ത 5 വർഷം NDA ഭരണസമിതി നേതൃത്വത്തിൽ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യമായും മുൻഗണന നൽകുന്നത് നമ്മൾ ഭവനരഹിതർക്കുള്ള മുഴുവൻ വീടുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണേലും പുതിയത് അർഹതയുള്ളവരാണേലും അവർക്കുള്ള മുഴുവൻ വീടുകളും കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളുടെ മുൻഗണന. അതോടൊപ്പം തന്നെ നമുക്കറിയാം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും സംയുക്തമായി ജൽജീവൻ പദ്ധതി ഇപ്പോൾ അറിയാം. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിച്ച് അതെല്ലാം പാതി വഴിയിൽ ഉള്ള റോഡ് നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള BJP-കാരുടെ കോൺട്രാക്ടർ മാന്തിട്ടേച്ച് വരി നിയമസഭ അനിലോട് പറഞ്ഞേക്കാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാതെ അനിലിന്റെ കോൺട്രാക്ടർ ഈ റോഡ് നന്നാക്കിയല്ല. BJP-ക്ക് വേണ്ടി വടക്കേന്ത്യക്കാരൻ വന്ന് ചെയ്തിട്ട് പോയിരിക്കുക. കേരളത്തോടുള്ള ദ്രോഹമാണ്. അല്ല, അനിൽ മാത്രമല്ല നടക്കുന്നത്, നാട്ടുകാർ മുഴുവൻ നടക്കുന്നില്ല. അവരതിനുള്ള അനിലിന്റെ BJP-കാരനാ കോൺട്രാക്ടർ, വടക്കേന്ത്യക്കാരനാ. അനില് മാത്രമല്ല റോഡിൽ നടക്കുന്നത്, ഇവിടുത്തെ ജനങ്ങൾ നടക്കുന്നുണ്ട്. അവരോടുള്ള വെല്ലുവിളിയല്ലേ നടക്കുന്നത് ഇപ്പോൾ? അല്ല, അവരോടുള്ള വെല്ലുവിളിയാണല്ലോ ഇപ്പം ചോദിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ജൽജീവൻ പദ്ധതി പ്രകാരം മുഴുവൻ വീടുകളിലും ഹൗസ് കണക്ഷൻ. അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യ മേഖല നമുക്കറിയാം. ഇപ്പം കുടുംബ FHSCയുടെ കാര്യം പറഞ്ഞു. ആയുർവേദമാണേലും അതുപോലെ ഹോമിയോ ആണേലും നമ്മുടെ FHSCക്ക് മുൻതേ പരിഗണന കൊടുത്തുകൊണ്ട് ഒരു നല്ലൊരു കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുഴുവൻ സമയം കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള നമുക്കൊരു താലൂക്ക് ആശുപത്രിയുടെ ഗണത്തിലേക്ക് നമ്മുടെ ആരോഗ്യ ആശുപത്രി മാറ്റുന്നതിനുള്ള പരിഗണന കൊടുക്കും. അതോടൊപ്പം നമ്മൾ റോഡുകൾ നമുക്കറിയാം. ഇപ്പോൾ ടാറിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ ടാറിംഗ് ഒന്നും മുന്നോട്ട് പോകത്തില്ല. കാരണം ഈ ടാറിംഗ് നമുക്ക് BMBC ആണെങ്കിലും ഇപ്പോൾ ഒരു പഞ്ചായത്ത് റോഡാണെങ്കിലും BMBC ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വർഷമായാലും അത് കിടന്നോളും. അപ്പം നമുക്ക് ആ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമീണ റോഡുകൾ എല്ലാം BMBC ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് മുഴുവൻ നമ്മുടെ എല്ലാവർക്കും അർഹതയുള്ള മുഴുവൻ പേർക്കും നമുക്ക് ക്ഷേമ പെൻഷനുകൾ അനുവദിപ്പിക്കണം. അതുപോലെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യണമെന്നുള്ളതാണ്. UDF അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഈ തെക്കേക്കര പഞ്ചായത്തിലെ ഇനി ഉണ്ടാകുന്ന ഒരു വാർഡും കൂടി 15 വാർഡുകളെ ഒറ്റ യൂണിറ്റായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് ഈ നാട്ടിലെ ആകമാനം വികസനം ഉണ്ടാക്കാൻ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഈ നാട് വികസിക്കണമെങ്കിൽ കൃഷി കൊണ്ട് മാത്രമേ ഉണ്ടാകത്തില്ല. നമ്മുടെ കേന്ദ്ര PMGS പദ്ധതി ഉൾപ്പെടുത്തി അടിവാരം കുരിശുമല റോഡ് ഈ ആ പദ്ധതി ഉൾപ്പെടുത്തി ടാർ ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട വികസനം ഉണ്ടായി മാത്രമേ നാട്ടിൽ ഇനി വികസനം ഉണ്ടാകത്തുള്ളൂ. കൃഷി കൊണ്ടുള്ള വികസനത്തിന് ഒരു പരിമിതിയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അതുകൂടാതെ നമ്മുടെ ആശുപത്രി 100 വർഷം പഴക്കമുള്ള ആശുപത്രിക്ക് 1 ഏക്കർ വസ്തുണ്ട്. അതിനൊരു പുതിയ കെട്ടിടം, ആ പുറകിരിക്കുന്ന പഴയ കെട്ടിടം പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ നടുക്ക് പാർക്കിംഗ് ഏരിയയാക്കി പുറകിലോട്ട് വിശാലമായൊരു കെട്ടിടം പണിത് ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തണം. അതിന് സംസ്ഥാന MLA ആയിട്ടോ MP ആയിട്ടോ സംസ്ഥാന സർക്കാരുമായിട്ടോ ആര് ഭരിച്ചാലും അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ളൊരു നീക്കം മാത്രമേ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടാവുകയുള്ളൂ. അതുകൂടാതെ ക്ഷേമ പെൻഷനുകൾ മറ്റു കാര്യങ്ങൾ അതെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും. LDF ആണ് അധികാരത്തിൽ വരുന്നതിൽ ചെയ്യാൻ പോകുന്ന ഉദ്ദേശങ്ങൾ. ജനസംഖ്യയിലും വോട്ടർമാരിലും 50% ആളുകൾ 50 വയസ്സ് പ്രായം കഴിഞ്ഞവരാണ്. അതുകൊണ്ട് വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരെ പരിപാലിക്കുന്നതിനും പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി മുൻഗണന നൽകും. 1. രണ്ടാമത്, എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന സംസ്ഥാന ഗവൺമെൻറ് പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കും. 62 ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്നത്, 60 വയസ്സ് കഴിഞ്ഞവർക്ക്. ആ പദ്ധതി പാവനാപൂർണമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നടപ്പാക്കുന്ന സമീപനം സ്വീകരിക്കും. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന സമീപനം സ്വീകരിക്കും. മറ്റൊന്ന്, കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ. അതുകൊണ്ട് കർഷകരെ രക്ഷിക്കുന്നതിന് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില നൽകുന്നതിന് വേണ്ടി കാർഷിക വ്യവസായ യൂണിറ്റുകൾ കൊണ്ടുവരുന്നുള്ള പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യും. മറ്റൊന്ന്, ടൂറിസം അനന്ത സാധ്യതയാണുള്ളത്. അരുവിക്കച്ചാല്, മുതുകോര, അയ്യമ്പാറ, അതുപോലെ കോട്ടത്താവളം തുടങ്ങിയ പദ്ധതികൾ. ആ പദ്ധതികൾ ഏറ്റെടുത്ത് കുടുംബശ്രീകളെ ഏൽപ്പിക്കും. കുടുംബശ്രീകൾ അവിടെ അവരുടെ ഷോപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു പ്രദേശത്ത് ഒരു 10-20 സ്ത്രീകൾക്ക് തൊഴിൽ, വനിതകൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന സമീപനം സ്വീകരിക്കും. അതുകൊണ്ട് വനിതാ വിപണന കേന്ദ്രങ്ങൾ തുടങ്ങും. എല്ലാ
വാർഡുകളിലും വനിതകളെ സംഘടിപ്പിച്ച് അവർക്ക് വ്യവസായ യൂണിറ്റുകൾ രൂപീകരിച്ച് അവർ തൊഴിലധിഷ്ഠിത പ്രശ്നങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ നാട്ടിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഇപ്പോൾ പേപ്പട്ടി ശല്യം ഒരു പ്രശ്നമാണ്, നമ്മുടെ നാട്ടിലുമുണ്ട്. ഈ പഞ്ചായത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. മറ്റൊന്ന്, ഈ കടകളിൽ മാലിന്യങ്ങൾ സംഭരിക്കുന്നില്ല. 100 രൂപ ഇവർ വാങ്ങുന്നുണ്ട്. അവിടുത്തെ ചെറിയ കൂടുകൾ പോലും കൊണ്ടുപോകുന്നില്ല. 100 രൂപ എന്നല്ലെങ്കിൽ ലൈസൻസ് മാർച്ച് 31 പുതുക്കി നൽകില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന ഹരിതകർമ്മസേനയുടെ സഹോദരിമാർക്ക് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കും. കടക്കാർക്കും വീട്ടിലുള്ളവർക്കും അവരുടെ മാലിന്യം കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുന്നുള്ള പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിക്കും. അതുകൊണ്ട് ഒരു പ്രകൃതി സൗഹൃദം, അതോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നീർച്ചാലുകളെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഭാവി തലമുറയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ, പരിസ്ഥിതിയെയും അതുപോലെ നീർച്ചാലുകളെയും സംരക്ഷിക്കുന്ന പദ്ധതി കുറ്റമറ്റ രൂപത്തിൽ കൊണ്ടുവരും. സമാധാന അന്തരീക്ഷം പൊതുവിൽ സൃഷ്ടിക്കുക. അതുപോലെ മതസൗഹാർദ്ദമാകും. യാതൊരു തരത്തിലുള്ള വർഗീയ ചിന്തകളും കലാപങ്ങളും ഉണ്ടാവാതിരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നല്ല ശ്രദ്ധയുണ്ടാവും. യുവജനങ്ങൾക്ക് വേണ്ടി നല്ല മനോഹരമായ സ്റ്റേഡിയം നിർമ്മിച്ച് നൽകും. യുവജന ക്ലബ്ബുകൾ രൂപീകരിക്കും. അവരെ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. മറ്റൊന്ന് ചെയ്യേണ്ടത് വായനശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന വർദ്ധിപ്പിക്കാതെ ഒരു നാട് രക്ഷപ്പെടില്ല. നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ്. അവർക്ക് തിരിച്ചു വരാനും തൊഴിൽ നൽകാൻ കഴിയുന്ന സൗകര്യങ്ങൾ സ്വീകരിക്കും. മറ്റൊന്ന്, വായനശാലകളെ ആധുനികവൽക്കരിക്കും. ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തും. അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പോലും പുതിയ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും വായിക്കാനും കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യാനുള്ളത്. പ്രസിഡന്റ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ. മുന്നണികളുടെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. മുന്നണികളെല്ലാം കുറേശ്ശെ ജയിച്ചു വന്നു. ഞാനൊരു സ്വതന്ത്രനായി വന്നാൽ എന്ത് ചെയ്യും? പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആലോചിക്കുകയും അതിനുശേഷം തീരുമാനിക്കപ്പെടേണ്ടയും ചെയ്യുന്ന കാര്യമാണ്. അത് അതിൻ്റേതായ അവസരത്തിൽ തീരുമാനിക്കും. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ നമ്പർ 1 കേരളത്തിൽ ഇനിയും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ കുറേയേറെ കാര്യങ്ങൾ നടക്കാനുണ്ട്. പൊതുജനങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കാണും. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആരധികാരത്തിൽ വന്നാലും LDF ആവട്ടെ, UDF ആവട്ടെ, NDA ആവട്ടെ, ഇപ്പം നിന്ന പോലെ സ്വതന്ത്രനാവട്ടെ, ആരധികാരത്തിൽ വന്നാലും ജനപക്ഷം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ ഗ്രാമപഞ്ചായത്തിനെ വരും വർഷങ്ങളിൽ കേരളത്തിലെ മറ്റ് മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകൾക്ക് ഒപ്പമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures.